ഗുഡ് ഈവനിങ്. മാറ്റ്നി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഇന്നത്തെ പെരുന്നാൾ ദിവസമാണ്. അതിൻ്റേത് എല്ലാ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പരിസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന പ്ലാസ്റ്റിക്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ വേണം പ്ലാസ്റ്റിക്കിനെ നമ്മളുടെ ജീവിതത്തിലൂടെ നിയന്ത്രിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനോജ് സാർ നമുക്ക് കേൾക്കാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, for the wonderful introduction and welcoming all of us. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുന്നു. ഇന്നൊരു നല്ല ദിവസമാണ്. ഇന്ന് ബലി പെരുന്നാൾ ദിവസമാണ്. വിശ്വാസത്തിൻ്റെയും ആത്മപരിശോധനയുടെയൊക്കെ ഒരു സമയമാണ്. അപ്പോൾ ഈ ഈ ഈ ദിനത്തിന് തന്നെ ഒരു പുണ്യദിനമായിട്ടാണല്ലോ നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ ആ പുണ്യദിനത്തിലെ ഐക്യവും നന്ദിയും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈദ് എന്ന് പറയുന്നത് ഈ ദിവസം. അപ്പോൾ സ്നേഹവും ഐക്യവും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ദിവസങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെയും നേർന്ന് കൊണ്ട് ഈ പരിപാടി നമുക്ക് ആരംഭിക്കാം. ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇപ്പോൾ സാബു സാർ ഓൾറെഡി ഇന്നത്തെ നമ്മുടെ തീമൊക്കെ പറഞ്ഞു. വേൾഡ് എൻവയറമെൻറ്റ് ഡേ ആയിരുന്നു, ജൂൺ 5-നായിരുന്നു. പക്ഷേ നമ്മളത് ആ ജൂൺ 5-ന് ഇതേപോലെ വിശിഷ്ടമായ ഉലഹന്നാൻ സാറിൻ്റെ വേറൊരു അതിമനോഹരമായ സെഷൻ, ഉറക്കവും പ്രകൃതിയുമായിട്ടൊക്കെ ചേർന്നുള്ള ഉറക്കവും ആരോഗ്യമൊക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായ ഒരു സെഷൻ ജൂൺ 5-ന് കേട്ടു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് ജൂൺ 5 നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. പക്ഷേ അത് ഇന്നേക്ക് പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങനെയാണ് ഈ സെഷൻ എടുക്കാനായിട്ട് സാബു സാർ എന്നെ ഏൽപ്പിച്ചത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പരിസ്ഥിതി, നമ്മളൊക്കെ എപ്പോഴും ഇതിനെക്കുറിച്ച് ആകുലപ്പെടുകയും പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ശരിക്കും പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. എങ്കിലും നമുക്ക് ഈ സെഷൻ ഉടൻ തന്നെ തുടങ്ങും. എങ്കിലും എന്താണ് ഈ പരിസ്ഥിതി എന്നുള്ളതിനെക്കുറിച്ച് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് 2-3 ലൈൻസ് നമുക്ക് ഒരു 2-3 പേരൊന്ന് പറഞ്ഞാൽ. സോ വാട്ട് ഈസ് എൻവയറമെൻറ്റ്? എന്താ ഒരു പക്ഷേ ഡെഫിനിഷൻ ആകാം, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്നുള്ള എല്ലാവരുടെ ഒരു പൊതു അഭിപ്രായം എന്ന് അറിഞ്ഞതിന് ശേഷം തന്നെ ഐ വിൽ കണ്ടിന്യൂ. വാട്ട് ഈസ് എൻവയറമെൻ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളുടെ അറിവിൽപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ പരിസ്ഥിതി, ഈ എൻവയറമെൻറ്റ് എന്തൊക്കെയാണ്? 2-3 പേരെ എനിക്ക് 2-3 ആംഗിളിലുള്ള ഒരു വ്യൂ പോയിന്റ്സ് തന്നാൽ എനിക്ക് തുടങ്ങാൻ എളുപ്പമായിരുന്നു. സാബു സാർ. മനോജ് സാറ്, നമ്മുടെ ചുറ്റും നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാം പ്രകൃതിയാണ്. നമുക്ക് മനുഷ്യനെ സഹായിക്കുന്ന രീതിയിൽ എന്ത് നമ്മുടെ ചുറ്റുമുണ്ടോ, ഒരു പുഴുവാണെങ്കിൽ പോലും ഈ മണ്ണിര അത് പ്രകൃതിയിൽ നിന്ന് നമ്മളെ സഹായിക്കുന്നതാണ്. കർഷകന്റെ കലപ്പയാണ് പ്രകൃതി ആ പുഴുവിന് ഇര എന്ന് പറയുന്ന അത്. ഇന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതും ആ ഇര തന്നെയാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കറിയാം, മുറ്റത്ത് കുരുപ്പ് കൂടുക എന്നാ പറയുക. അതിൻ്റെ വളം, ഭൂമിയുടെ വളം കൃഷിക്കായി മുകളിലെത്തിക്കുന്ന ഇര, ഒരു ചെറിയ ഇര പോലും ഈ പ്രകൃതിയിൽ, പരിസ്ഥിതിയിൽ നമ്മോടൊപ്പമുണ്ട്. പിന്നെ കാട്, വനം എല്ലാം. അത്രേ ഉള്ളൂ. യെസ് സാർ, താങ്ക് യു ഉലഹന്നാൻ സാർ. വേറൊരു വേർഷൻ സാബു സാർ. ഇപ്പോൾ ഉലഹന്നാൻ സാർ പറഞ്ഞു, അപ്പോൾ അതിനകത്തെല്ലാം ഉൾക്കൊണ്ടു. നമ്മുടെ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ അത് തീർച്ചയായിട്ടും മാറ്റം വരുത്താതെ കൊണ്ടു നടക്കുമ്പോൾ, യെസ്, അതായത് ലിവിങ് തിങ്സ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അവൻ ടീച്ചർ അതാ പറഞ്ഞത് അല്ലേ? ലിവിങ് ക്യാരക്ടേഴ്സ്, ലിവിങ് ക്രീച്ചേഴ്സ്, അതൊക്കെ അതാണ് ആനിമൽസ്. അതെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം. വേണുഗോപാൽ സാർ പറയാം. ചെടികളൊക്കെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ഓക്സിജനെ കൊടുക്കുന്നുണ്ടല്ലോ. നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങൾ ഒരുപാട് ശുദ്ധവായു ജീവജാലങ്ങൾ ശ്വസിക്കുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതൊരു ഘടകമായി കൂടെ. തീർച്ചയായിട്ടും സാർ. യെസ്, ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി, യെസ്, ദാറ്റ് ഇസ് ഓൾസോ, അത് പറയാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഉലഹന്നാൻ സാറിൽ തുടങ്ങി എല്ലാവരും പരിസ്ഥിതിയെക്കുറിച്ചുള്ളൊരു നമ്മുടെ ഒരു ധാരണ. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ഞാൻ നോക്കിയപ്പോൾ, ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ വാട്ട് ഈസ് എൻവയറമെൻ്റ് എന്നൊന്ന് പരിധി നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ എനിക്ക് കിട്ടിയൊരു ഡെഫിനിഷൻ ഞാൻ വായിക്കാം. ദി എൻവയറമെൻറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ഡിഫൈൻഡ് ആസ് എവറിത്തിങ് ദാറ്റ് സറൗണ്ട്സ് ആസ് ഇൻഫ്ലുവൻസസ് ലൈഫ്. ജീവിതത്തെ ബാധിക്കുന്ന
ലന്നാൻ സാർ പറഞ്ഞ കറക്റ്റ് വേർഡിങ്ങിൽ കൂടെ തന്നെയാണ് ഈ ഡെഫിനിഷൻ പോകുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് എലമെന്റ്സ്, രണ്ടുമുണ്ട്. ഓക്കെ, ആസ് വെൽ ആസ് ദെയർ ഇന്ററാക്ഷൻസ് ആൻഡ് എഫക്ട്സ് ഓൺ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ഡെഫിനിഷൻ. അപ്പം അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലിവിങ് തിങ്സിനെ കുറിച്ചും നോൺ ലിവിങ് തിങ്സിലും പറയുന്ന കാര്യങ്ങളെ നമ്മുടെ ഇതിനകത്തൊക്കെ അഫക്റ്റ് ചെയ്യാൻ ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉദാഹരണം വേണമെങ്കിൽ ഇപ്പം പ്ലാന്റ്സ്, ഇപ്പോൾ ഓമന ടീച്ചർ പറഞ്ഞു നമ്മുടെ വൃക്ഷങ്ങൾ, പ്ലാന്റ്സ്, അതിന് സയൻറ്റിഫിക്കലി ഫ്ലോറ എന്ന് പറയും. എല്ലാവരും കേട്ട് കാണുമായിരിക്കും ഒരു വേർഡ്. അതുപോലെ തന്നെയാണ് ഫ്ലോറയും ഫ്യൂണായും, FUNA, അതാണ് ശരിക്കും പറഞ്ഞാൽ ആനിമൽസ് ഇൻക്ലൂഡിങ് മനുഷ്യർ. ഓക്കെ, ഫ്ലോറ ഫോണ എന്നാണ് എൻവയറമെന്റലി ഇതിന് ഉപയോഗിക്കുന്ന ഒരു ടേമിൽ പെടുന്നതാണ്. പിന്നെ അതുപോലെ മൈക്രോ ഓർഗാനിസംസും വരാം, ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഹ്യൂമൻസ്. അപ്പോൾ അതാണ് ഈ ലിവിങ് തിങ്സിൽ നമ്മൾ ഈ ആവാസ വ്യവസ്ഥയിൽ പരിശീലിക്കപ്പെടുന്നതാണ് വരുന്ന കാര്യങ്ങൾ. ഇനി നോൺ ലിവിങ് തിങ്സ് എന്തൊക്കെയാണ് നമ്മുടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ കെമിക്കൽ ഫാക്ടേഴ്സ് വരാം. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഫിസിക്കലായിട്ടോ കെമിക്കലായിട്ടോ ഉള്ള നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓർഗാനിസം സച്ചാസ് അറ്റ്മോസ്ഫിയർ. അതാണ് നമ്മൾ പരിസ്ഥിതി കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പക്ഷേ അന്തരീക്ഷമായിരിക്കും, അല്ലേ? അറ്റ്മോസ്ഫിയർ ആകാം, അത് നോൺ ലിവിങ് തിങ്സിൽ വരുന്നതാണ്. ഹൈഡ്രോസ്ഫിയർ ഉണ്ട്, ലിത്തോസ്ഫിയർ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, അല്ലേ? ടെമ്പറേച്ചർ ഒരു വലിയ ബാധകമാണ്. പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ആണ്. ആഗോള താപനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അത് ഒരു വലിയൊരു ത്രെട്ട് കൂടിയാണ്. ടെമ്പറേച്ചർ ഓരോ വർഷവും കൂടുകയും അതിൻ്റെ ഒരു ആനുപാതികമില്ലാത്ത ഉയർച്ചയും താഴ്ചയൊക്കെയാണ്. അതൊരു വലിയ ത്രെട്ടാണ് ശരിക്കും പറഞ്ഞാൽ. എൻവയറമെൻ്റലി ഇറ്റ്സ് എ ത്രെട്ട് ഫോർ അസ്. അതൊരു കാര്യമാണ്. അതുപോലെ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് നമുക്കറിയാം. നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ സൈക്കിൾസ് എല്ലാം മാറിയല്ലോ. പണ്ട് നിരന്തരമായി വരുന്ന ഋതുക്കളും അങ്ങനെ വരുന്ന ഈ നമ്മളുടെ ഇപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ പറഞ്ഞാൽ, അപ്പോൾ ആ സൈക്കിൾസിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു. അതും എൻവയറമെൻറ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ പണ്ട് നമ്മൾ ധാരാളം മിനറൽസ് ഒക്കെ കിട്ടുന്നു, ധാതുക്കൾ, അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയറമെൻറ്റുമായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടാത്ത ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഒരു കാര്യമില്ല, എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഇത്രമാത്രം കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രകൃതിയെ നാം അറിയണം, എന്തുകൊണ്ട് പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ നാം അറിയണമെന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഒരു ആവശ്യമാണ് ഇന്ന് ജീവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഒരുപക്ഷെ നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ ഗവൺമെൻറ് പലതരത്തിലുള്ള ക്യാമ്പയിൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ പല സ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ ഓർഗനൈസേഷനിലെ കമ്പനികളിൽ അവർ മാത്രമാണോ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഉത്തരവാദികൾ? അല്ല. സാധാരണ ഓരോ പൗരനും ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ഈ ലിവിങ് തിങ്സിൽ പറഞ്ഞ ഓരോരുത്തരും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും അതിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇത് സൃഷ്ടിക്കുന്നു. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റി ഉള്ളത് തന്നെയാണ്, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന കാര്യമാണ്. അങ്ങനെ ജീവിതത്തെ സ്വാധീനിക്കുന്ന എല്ലാത്തരം ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ, ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആശയം തന്നെയാണ് പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ഇന്നിപ്പോൾ ഈ നമ്മുടെ ഈ ഫ്ലോർ റിപ്പോർട്ടിൽ സംസാരിക്കുന്നത്. ആ ഒരു വലിയ ആശയത്തിൻ്റെ ബലത്തിലാണ്. അപ്പോൾ മനോജ് സാറ് ഒരു സെക്കൻഡ് ഇടപെട്ടോട്ടെ. നമുക്ക് Yes, sir. ചുറ്റുമുള്ള ധാതു ലവണങ്ങളും ജലവും പ്രകൃതിയുടെ ഏറ്റവും വലിയ സമ്പത്താണ്. ധാതു ലവണങ്ങൾ, ജലം, അത് രണ്ടിന്റെ അഭാവത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഓക്കെ സാർ, ഓക്കെ. തീർച്ചയായും സമുദ്രം, ജലം, തീർച്ചയായിട്ടും ധാതു ലവണങ്ങൾ കൂട്ടത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം സാർ ഇപ്പോൾ കൂട്ടിച്ചേർത്തു. ജലം തീർച്ചയായിട്ടും, സമുദ്രവും, നമ്മൾ ഇന്ന് കാണുന്ന നദികളും പുഴകളും കായലും കുളവും എല്ലാം ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ തന്നെ ഇവിടെ അന്തരീക്ഷത്തിൽ വരുന്ന കാര്യങ്ങളിലോടൊപ്പം തന്നെ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ പറയുന്ന ഒരു ആഗോള രീതിയിൽ തന്നെ ഇതിനൊരു വലിയ ഒരു അവയർനെസ് ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജൂൺ 5 എന്ന് പറയുന്ന ഈ ദിവസം ഇതിനു വേണ്ടിയിട്ട് ലോകം എമ്പാടും അങ്ങനെ ജൂൺ 5 എന്നുള്ളത് പരിസ്ഥിതി ദിനമായിട്ട് എല്ലാ വർഷവും, അത് ശരിക്കും പറഞ്ഞാൽ ഐക്യരാഷ്ട്ര സഭയുടെ പരിസ്ഥിതി പരിപാടി UNEP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി ഓരോ വർഷവും. അതിന് ഓരോ തീമുണ്ടാവും.
ഇതിന് ഒരു രാജ്യമുണ്ടാവും, അതിന് അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ രാജ്യത്തെയും സെലക്ട് ചെയ്യാറുണ്ട് ആ ദിനം ആചരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ചേർന്ന് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു ആഗോള തലത്തിൽ തന്നെ ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ജനങ്ങളിലുള്ള അവയർനെസ് ഇതിനകത്ത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങളും UNEP ഒക്കെ പോലുള്ള സംഘടനകൾ നമ്മളിതിനു വേണ്ടി അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ തീമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള അതൊരു വലിയൊരു ത്രെട്ട് തന്നെയാണ്, ഒരു വെല്ലുവിളിയാണ് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന് അതിൻ്റെ മലിനീകരണം എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങൾ കൊണ്ട് യുഗങ്ങൾ കൊണ്ട് അത് ജീർണിക്കുക പോലും ചെയ്യും, ബയോഡിഗ്രേഡബിൾ അല്ലല്ലോ. അപ്പോൾ അത് ഈ വർഷം തിരഞ്ഞെടുത്തത് വലിയ പ്രത്യേകതകളാണ്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് പ്രോഗ്രാംസ് നടക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഈ വർഷം അത് കണക്ട് ചെയ്ത കൺട്രി ശരിക്കും പറഞ്ഞാൽ കൊറിയയാണ്, ദക്ഷിണ കൊറിയയാണ്. ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊക്കെ ഒരുപാട്, പ്ലാസ്റ്റിക്കൊക്കെ എന്നേ അവർ നിർത്തലാക്കിയ രാജ്യങ്ങളിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണ കൊറിയയൊക്കെ. അതുകൊണ്ട് അവരാണ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് ഈ പ്രോഗ്രാംസൊക്കെ ഈ വർഷവും തിരഞ്ഞെടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലാസ്റ്റിക് ആയിരുന്നു. അതുപോലെ നമ്മളൊക്കെ തന്നെ അറിയാം, നമ്മുടെയൊക്കെ തന്നെ വിദ്യാലയങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം സാബു സാറ് പറയായിരുന്നു, സാറൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും പല സ്കൂളുകളിലും ഒക്കെ പോയിട്ട് പലതരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകളൊക്കെ നടത്താറുണ്ടായിരുന്നു. ഈ വർഷം എന്തോ അതിന് ചെറിയ അസൗകര്യങ്ങൾ സാറിനുണ്ടായിരുന്നു. അത് കാരണം അതിനനുസരിച്ചുള്ള നടത്താൻ പറ്റില്ല എന്നാണ് സാബു സാറ് ഇന്നലെ പറഞ്ഞത്. ഇനിയും അത് നമുക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടുത്തരവാദിത്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരുപാട് പേര് ഇതിനകത്ത് വോളണ്ടറി ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ വന്നിട്ട് ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ഇതിനെക്കുറിച്ച് സംരക്ഷിക്കാനുള്ള വകുപ്പുള്ള വലിയ വലിയ പ്രോഗ്രാംസ് വേൾഡ് വൈഡ് ആയിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ എൻവയറമെൻറ്റ് ഡേയിലെ പ്രത്യേകതകളും അതിനെക്കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ചെയ്യുന്നത്. നമ്മളെ വിതിൻ അവർ പ്ലാറ്റ്ഫോം നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു ഐഡിയയുമായിട്ട് അല്ലെങ്കിൽ തീമായിട്ട് വന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഇല്ലാതാക്കുക എന്നുള്ളതാണ്, പ്ലാസ്റ്റിക് മലിനീകരണം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഇതിൻ്റെ തീം തന്നെ. നോ പ്ലാസ്റ്റിക്, ഗുഡ് ബൈ ടു പ്ലാസ്റ്റിക് എന്നൊക്കെ പറയാം. അപ്പോൾ പ്ലാസ്റ്റിക് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് തന്നെ അറിയാം, പ്ലാസ്റ്റിക്കിനെ മാറ്റി നിർത്തിയിട്ട് വേൾഡിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം സ്വാധീനമുള്ള ഒരു എലമെൻ്റ് കൂടിയാണ് പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇനിയും പലതരത്തിലുള്ള അതിനെ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെടുന്നു. രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിനും പ്ലാസ്റ്റിക്കിനെ അങ്ങനെ പെട്ടെന്ന് മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. എങ്കിലും അതിന് പലതരത്തിലുള്ള റിഡക്ഷൻസ് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ശ്രദ്ധ എല്ലാവരും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മുടെ തീം വേൾഡ് എൻവയറമെൻറ്റ് ഡേ ആണ്. അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി ബീറ്റ് ദ പ്ലാസ്റ്റിക് എന്നുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഇന്ന് ഈ വർഷത്തെ 2025 വേൾഡ് എൻവയറമെൻറ്റ് ഡേ തുടങ്ങുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയതിന് ശേഷം ഇതിൻ്റെ മറ്റുള്ള തലങ്ങളിലേക്ക് പോവാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സെലിബ്രേറ്റഡ് ആനുവലി ഓൺ June 5 സിൻസ് 1974. 1974 മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡേ, വേൾഡ് എൻവയറമെൻറ്റ് ഡേ തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, ലെഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം, UNEP എന്നത് ഷോർട്ട് ഫോമിൽ പറയും.
a global platform for public outreach celebrated by millions of people worldwide. ഇതിനുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഇത് ഗ്ലോബലായിട്ട് പബ്ലിക്കിൻ്റെ ഇടയിലാണ് കൂടുതലും ഇത് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അതിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് എൻകറേജസ് വേൾഡ് വൈഡ് അവയർനെസ് ആൻഡ് ആക്ഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് അവർ എൻവയറമെൻറ്റ്. അതാണ് നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചത്. ആക്ച്വലി ഇറ്റ് ഈസ് ദി എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷൻ. ഈ ഡേ ഉദ്ദേശിക്കുന്നത് എങ്ങനെ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിക്കാം എന്നതിനുള്ള ഒരു മെയിൻ തീം അത് തന്നെയാണ്. ഹൗ ടു പ്രൊട്ടക്റ്റ് അവർ എൻവയറമെൻറ്റ്. ഇതുപോലുള്ള ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള പല UNEP-യുടെ നേതൃത്വത്തിലുള്ള പല പ്രോഗ്രാംസും കുട്ടികളുടെ ഇടയിൽ നിന്ന് തുടങ്ങി മുതിർന്നവരുടെ ഇടയിൽ നിന്ന് തുടങ്ങി പല ഓർഗനൈസേഷൻ്റെ ഇടയിൽ നിന്ന് തുടങ്ങി അത് പല തലത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വേൾഡ് വൈഡായിട്ട് അവയർനെസ്സിന് വേണ്ടിയിട്ട് പല ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡിങ് ഗവൺമെൻറ് ഏജൻസീസ്, പ്രൈവറ്റ് ഏജൻസീസ്, പല തരത്തിലുള്ള ഏജൻസീസ് ഈ ഒരു ഡേയെ വളരെ മഹത്തരമാക്കാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സ്കൂളുകളിലും കോളേജുകളിലും മാത്രമായിട്ടുള്ള ഒരുപാട് ഇതിനകത്തുള്ള ഇനിഷ്യേറ്റീവ്സ് പല തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു ഈ വർഷത്തിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. പ്ലാസ്റ്റിക്കിൽ നിന്ന് ഉണ്ടാകുന്ന ഈ മലിനീകരണം ബീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ബീറ്റ് ദ പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന് നോക്കിയാൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രസിംഗ് എൻവയറമെൻ്റൽ ഇഷ്യൂസ് ഓഫ് അവർ ടൈം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ഞാൻ അതൊന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു എൻവയറമെൻ്റൽ ഇഷ്യൂ എന്താണെന്ന് ആരോട് ചോദിച്ചാലും ഒരു പക്ഷേ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് മെല്ലെ മെല്ലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പലതരത്തിൽ മെല്ലെ മെല്ലെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേണേൽ പറയാം. നമ്മുടെ വീടുകളിൽ തന്നെ നോക്കിയാൽ തന്നെ അറിയാം. പണ്ടത്തെ അത്ര പ്ലാസ്റ്റിക് ഉപയോഗങ്ങളില്ല. കടയിൽ സാധനങ്ങൾ പോകുമ്പോൾ പോലും നമുക്ക് പണ്ടത്തെ അത്രയും കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ, ഈ പോളിത്തീൻ ബാഗുകൾ അതൊക്കെ കുറവാണ്. അതിന് പകരം ബയോഡിഗ്രേഡബിൾ ഏറ്റവും പെട്ടെന്ന് ഇത് അന്തരീക്ഷത്തിൽ അലിഞ്ഞ് ചേരാവുന്ന അങ്ങനെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഒരുപാട് ഇതിന് ബദലായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ ഈ ഇൻഡസ്ട്രികളിലൊക്കെ. ഏതൊക്കെ ഇൻഡസ്ട്രിയാണെന്നൊക്കെ നമ്മൾ വളരെ നമുക്ക് കുറച്ചുകൂടെ വൈഡായിട്ട് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് അഫക്ട്സ് എക്കോസിസ്റ്റംസ്. നമ്മൾ നേരത്തെ പറഞ്ഞു വൈൽഡ് ലൈഫ്, നമ്മുടെ ഈവൻ വൈൽഡ് ലൈഫിനെ പോലും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ ഹ്യൂമൻ ഹെൽത്ത്. ദാറ്റ്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളുടെ ആരോഗ്യത്തെ, മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട പൊല്യൂഷൻ്റെ കാര്യമാണ് പറയുന്നത്. ദിസ് തീം കോൾസ് ഫോർ എർജൻറ്റ് ഗ്ലോബൽ ആക്ഷൻ ടു ടാക്കിൾ ദ പ്ലാസ്റ്റിക് ക്രൈസിസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീമുമായിട്ട് ഈ വർഷം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന തീമിൻ്റെ തന്നെ ഒരു ഉദ്ദേശം തന്നെ അതാണ്. ഇറ്റ് എംഫസൈസസ് ദ നീഡ് ഫോർ എ ഷിഫ്റ്റ് ടുവേർഡ് സർക്കുലർ എക്കണോമി ഫോർ പ്ലാസ്റ്റിക്സ്. അപ്പം നമുക്കിതൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഈ എക്കണോമിയിൽ തന്നെ ചുറ്റപ്പെട്ട് ഇതുമായിട്ടുള്ള ബിസിനസ് അടക്കം ഇതിൻ്റെ പ്രൊഡക്ഷൻ അടക്കം PVC തുടങ്ങുന്നത് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള US ഒക്കെയാണ് ശരിക്കും പറയുന്നത്. ദേ ആർ ദി മോസ്റ്റ് ദി ലാർജസ്റ്റ് മാനുഫാക്ചേഴ്സ് ഓഫ് പ്ലാസ്റ്റിക് ആക്ച്വലി. US അതുള്ള ഒരുപാട് കൺട്രീസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേണം നമ്മൾ ഇതിൻ്റെയൊക്കെ റിഡക്ഷൻസ് വരാനായിട്ട്. അപ്പോൾ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ നമ്മളെ ഇപ്പോൾ ഉള്ള നാട്ടിലൊക്കെ പൊതുവേ പറയുന്ന കുപ്പിവെള്ളം എന്നാണ് ഇപ്പോൾ അതിനെയൊക്കെ പറയുന്നത്. പക്ഷെ പണ്ട് കാലത്തൊന്നും ഈ കുപ്പിവെള്ളം അത്ര കോമൺ ആയിട്ട് കാണത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? കുറച്ച് കാലമേ ഉള്ളൂ നമ്മുടെ ഈ കേരളത്തിലൊക്കെ അതിൻ്റെ ഒരു യൂസേജ് കൂടിയിട്ടുള്ളത്. അപ്പോൾ കുപ്പിവെള്ളം വാങ്ങാനുള്ള യാത്ര പോകുമ്പോഴും ഈവൻ വീടുകളിൽ പോലും കുപ്പിവെള്ളം വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പെറ്റ് ബോട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ, PET ബോട്ടിൽസ് എന്ന് പറയാം. അത് കുറച്ചുകൂടെ ക്രഷബിളാണ്, കുറച്ചുകൂടെ ഈസിയാണ്, അത് റീസൈക്കിൾ ചെയ്യുക. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. എങ്കിലും ദാറ്റ്സ് ഓൾസോ എ പൊല്യൂഷൻ. പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആൻഡ് പൈലിംഗ് അപ്പ് പൊല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. അപ്പോൾ നമ്മുടെ അവയർനെസ് ഇന്ന് പോകുന്നത് ഇതുവരെയാണ്. ഇതിനെയൊക്കെ ബീറ്റ് ചെയ്യുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ചർച്ചയും.
ഇതുപോലെ കാണുന്ന ഈ പടങ്ങളിൽ ഇതൊക്കെ ഈ അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് UNEP-യുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ പോസ്റ്ററുകളൊക്കെ, അതിന് തന്നെ വലിയ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു അടുത്ത കാലത്ത് ഈ ഈ ഈ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ കുറേ പോസ്റ്റേഴ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലരും അതിനെ വളരെ ആൾക്കാരുടെ ഉള്ളിൽ, കാര്യം ഈ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു അവയർനെസ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെയൊക്കെ ഉണ്ടാകണം. അതേ രീതിയിലാണ് പലരും വളരെ എന്താണ് ക്രിയേറ്റീവായിട്ടുള്ള പല പോസ്റ്റേഴ്സും വന്നിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ. എങ്കിലും ദ മെയിൻ ഫോക്കസ് ഓഫ് 2025 വേൾഡ് എൻവയറൺമെൻറ്റ് ഡേ ഈസ് ഓഫ് കോഴ്സ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. ദ സ്കെയിൽ ഓഫ് ദ പ്രോബ്ലം എ പ്ലാസ്റ്റിക് പ്ലാനറ്റ്. ഇതിൻ്റെ ഈ പ്രോബ്ലം നമ്മൾ പ്ലാസ്റ്റിക് പ്രോബ്ലം ആണെന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ സ്കെയിൽ, ഹൗ എക്സ്റ്റെൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് അവർ വേൾഡ്, ഹൗ മച്ച് ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് അസ്, ഇതെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒരു എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ സ്കെയിൽ എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തോരം ഉണ്ട് ഈ പ്രോബ്ലത്തിൻ്റെ വലിപ്പം, അല്ലെങ്കിൽ അത് എത്രമാത്രം സീരിയസ് ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പഠനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നടന്ന ചെറിയ ചുരുക്കം വിവരങ്ങൾ ഞാൻ നൽകാം. എന്താണ്? നമ്പർ 1, over 400 million tons of plastic are produced globally every year. 400 million ton plastic is produced every year. ഈ 400 മില്യൺ നമ്മളുടെ നമ്മളുടെ സങ്കല്പത്തിൽ പോലും നമുക്ക് ഒറ്റയടിക്ക് ചിന്തിക്കാനും പോലും പറ്റത്തില്ലേ. 400 million tons of plastic is produced യൂണിവേഴ്സലി, ഇന്റർനാഷണലി. ഓക്കെ, അപ്പോൾ അപ്പോൾ തന്നെ അറിയാം ഈ പ്ലാസ്റ്റിക്കിൻ്റെ പ്രാധാന്യം എന്തോരം ഉണ്ട് ഈ വേൾഡ് നിലനിൽക്കണമെങ്കിൽ. ഹൗ ഇറ്റ് ഈസ് ഡയറക്ട്ലി ലിങ്ക് ടു ദ എക്കണോമി. അപ്പോൾ അതിൽ നോക്കിയാൽ ലെസ് ദാൻ 10% ഓഫ് പ്ലാസ്റ്റിക് ഈസ് റീസൈക്കിൾ. ഈ 400 മില്യൺസിൻ്റെ 10% പ്ലാസ്റ്റിക് മാത്രമേ റീസൈക്കിൾ ചെയ്തത് വീണ്ടും അതിൻ്റെ റീസൈക്കിൾ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇതിൻ്റെ കുറച്ച് റിഡക്ഷൻ വരും, പക്ഷേ ഇറ്റ്സ് വെരി മിനിമൽ. യു ടേക്ക് ദി 10% ഓഫ് 400 million is very less compared to the huge quantity. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പ്രോബ്ലം. ഓക്കെ, സോ മില്യൺസ് ഓഫ് ടൺസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് എൻറ്റർ അവർ ഓഷ്യൻസ് ആനുവലി. ഉൽഹന്നാൻ സാർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സമുദ്രത്തെയാണ്. ഒരുപക്ഷെ നിങ്ങൾ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മളുടെ ഈ ഭൂമിയിൽ ജനറേറ്റ് ചെയ്യുന്ന ഏത് തരം വേസ്റ്റും, പ്ലാസ്റ്റിക് മാത്രമല്ല, ഇത് അവസാനം ചെല്ലുന്ന ഇടം ഏതാണ് ശരിക്കും? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ വേസ്റ്റുകളും ചെന്ന് അടിയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമുദ്രത്തിലാണ്. എല്ലാ വേസ്റ്റുകളെയും ഇങ്ങനെ സ്വീകരിക്കാനായിട്ട് ഉള്ള ഒരു വലിയ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കടലിൽ കടലിനെ നോക്കി നിന്നാൽ തന്നെ ഈ വേസ്റ്റുകളൊക്കെ നമുക്ക് വേവ്സിൽ കൂടിയൊക്കെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കടലുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഞാൻ സീ വാട്ടർ ഡീസാലിനേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ സീ വാട്ടർ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ കടലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും പിടികിട്ടാത്ത ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. പ്രോസസ്സ് എന്നാണ് അതിൻ്റെ ഒരു പർട്ടിക്കുലർ വേർഡ് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കടലിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ കടലിൻ്റെ നിറങ്ങൾ പലതായിരിക്കും. എനിക്കറിഞ്ഞുകൂടാ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന മറ്റാരെങ്കിലും പല നിറത്തിലുള്ള കടലിലെ വെള്ളം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓഫ് കോഴ്സ് അത് എൻ്റെ സൺറൈസിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ടൊക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഈ പൊല്യൂഷനെ ലോകത്തിൽ സ്വീകരിക്കുന്ന എല്ലാത്തിനെയും ഈ കടലാണ്. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ ഗാഢത. എങ്കിലും നമ്മൾ മേലെ കാണുന്ന ഈ അക്വാട്ടിക് ലൈഫ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ 10 times കൂടുതലാണ് വെള്ളത്തിനടിയിൽ. അതാണ് എക്കോസിസ്റ്റം. നമ്മൾ കാണാത്ത സ്പീഷ്യസ്, നമ്മൾ കാണാത്ത കേൾക്കാത്ത, പേര് പോലും ഇതുവരെ നിർവചിക്കപ്പെടാത്ത ഒരുപാട് ജീവജാലങ്ങൾ ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ അടിയിലുണ്ട്. അത് വലിയൊരു നിഗൂഢമായ ഒരു ശാസ്ത്രത്തിന് പോലും മനസ്സിലാകാത്ത പ്രോസസ്സുകളാണ് ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ അടിയിൽ നടക്കുന്നത്. ഓഫ് കോഴ്സ് ഓഷ്യനോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഇപ്പോഴും വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് മില്യൺസ് tons of plastic waste enter our oceans annually. Now, plastic takes hundreds to 1,000 years to decompose.
See the problem? See the scale of the problem? Hundreds to 1,000 years to decompose. ഈ നമ്മൾ ഒരു പക്ഷേ കേരളത്തിലൊക്കെ നോക്കിയാൽ ഒരുപക്ഷെ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് തൊട്ടപ്പുറത്തെ ആൾതാമസമില്ലാത്ത പറമ്പിലേക്ക് വലിച്ചെറിയാൻ നമ്മളൊക്കെ വ്യഗ്രത കാണിക്കുന്നവരാണ്, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലുള്ളവർ. ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയോ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ ഇനി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ വലിച്ചെറിയുന്ന ഒരു സാധനമാണ് ഈ പ്ലാസ്റ്റിക് ബാഗ്. ഒരു മടിയില്ല നമ്മുടെ ഈ സമൂഹത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളെയൊക്കെ അറിയാതെ ഒരുപാട് നമ്മളടക്കം, ഈവൻ ഇത് പറയുന്നെങ്കിലും നമ്മളടക്കം പോലും ഒരുപക്ഷെ എന്തിനാണ് ഉദാഹരണത്തിനൊന്ന് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ നോക്കൂ എത്ര വേസ്റ്റുകളാണ് വെളിയിലോട്ട് വലിച്ചെറിയുന്നത്. റെയിൽവേ ട്രാക്ക് നിറഞ്ഞു കിടക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഫയലുകളോളം നമുക്ക് കാണാം. നമ്മുടെ സ്വന്തം ടൗണിൽ പോയി നോക്കുക എത്രയിടത്ത് കൂട്ടിയിട്ടുണ്ട്. സോ ദീസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇറ്റ് വിൽ ടേക്ക് 100 and 1,000 years to decompose. എങ്കിൽ പോലും ഇത് ഡീകമ്പോസ് ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഗേജ് ഓഫ് ദി പ്ലാസ്റ്റിക്. നമ്മൾ കാണുന്ന ഈ പോളിത്തീൻ ബാഗ് കാണുമ്പോൾ വളരെ നൈസാണ്. ഈവൻ ദാറ്റ് ഓൾസോ ടേക്ക് 100 years ടു ഡീകമ്പോസ് കംപ്ലീറ്റ്ലി. ഇതാണ് ഇതിൻ്റെ സ്കെയിൽ ഞാൻ പറഞ്ഞത്. മൈക്രോ പ്ലാസ്റ്റിക്സ് അനദർ സബ്ജക്റ്റ്. എല്ലാവരും ഇപ്പോൾ കേൾക്കുന്ന വേറൊരു ടെർമിനോളജിയാണ് മൈക്രോ പ്ലാസ്റ്റിക്സ്. സോ മൈക്രോ പ്ലാസ്റ്റിക്സ് ആർ നൗ യൂണിവേഴ്സൽ, സർവ്വവ്യാപിയാണ്. ലോകത്ത് മുഴുവനുള്ള ഒരു ഉപയോഗിക്കുന്ന വേർഡാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഫൗണ്ട് ഇൻ അവർ ഫുഡ്. ഇല്ലേ, ഭക്ഷണം പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഫുഡ് കണ്ടെയ്നറുകളിൽ യു ക്യാൻ സീ ദിസ് മൈക്രോ പ്ലാസ്റ്റിക്സ്. വാട്ടർ, വെള്ളം, ആൻഡ് ഈവൻ ഇൻ എയർ, നമ്മൾ ഈ അന്തരീക്ഷത്തിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ കണങ്ങളോ അതിൻ്റെ കണ്ടൻറ്റോ ഉണ്ട്. സോ ഐ ഹോപ്പ് everybody is now maybe looking at the scale of this plastic problem. It is going to be a plastic planet, maybe if we do not have a control. So finally our universe itself will be made of plastics. Who knows? So that's the scale of the problem. That's why we have to beat the plastic pollution. Again, the crisis. Look at this plastic pollution crisis. 460 million tons. That's the global production of plastic. As I said earlier, only actually it's 9% global plastics recycling. ഈ കാണുന്ന എല്ലാം റീസൈക്കിളിൻ്റെ തോതാണ്. അപ്പോൾ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തിട്ട് only being 9% of the plastic is recycled, and that is actually not contributing anything. So more actions, more recycling programs or the reduction of plastic should enforce into the economy, into our life. Then maybe there may be a change in the production and the usages. Now let us look at from where does this plastic pollution come from? ചിന്തിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മളൊന്ന് നോക്കിയാൽ there are many sources of plastic pollution actually. ചിലപ്പോൾ നമ്മളൊന്ന് നോക്കുമ്പോൾ അധികം കാണത്തില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയാൽ തന്നെയാണ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് അതിൽപ്പെടുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ബാഗ്സ്, ബോട്ടിൽസ്, ഫുഡ് പാക്കിംഗ്, സ്ട്രോസ്, നമ്മൾ എന്താ ജ്യൂസ് വാങ്ങിയാൽ തന്നെ ഉപയോഗിക്കുന്ന സ്ട്രോസ്. ദർ ആർ സം പ്ലാസ്റ്റിക് കട്ട്ലറീസ് നൗ ഈവൻ യു ക്യാൻ സീ. The number 2 is the packing. Consumer goods. Most of the consumer products are, wrap up with, the plastics. Industrial packing, you can see plastics. Textiles, synthetic fabrics, microplastic shedding from washing. When the textile industry is actually using a lot of plastics, lot of water, lot of many, pollutants are being, generated in the textile industry. നമ്മൾ കാണുമ്പോൾ ഭംഗിയുള്ള തുണികൾ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ തുണികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊല്യൂഷൻ്റെ തോതെടുത്തു കഴിഞ്ഞിട്ടുള്ള ഇറ്റ്സ് ഹ്യൂജ് pollution factors can be found in textile industry. Yes, fishing gear, ghost gear accounts for a significant portion of ocean plastic. സാബു സാറേ, ഈ ഫിഷിംഗ് ഗിയർ എന്നോ ഗോസ്റ്റ് ഗിയർ എന്നോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് ഇതെന്ന് കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ ഈ വേർഡ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഓഷ്യാനോഗ്രാഫി. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഗോസ്റ്റ് ഗിയർ അല്ലെങ്കിൽ ഫിഷിംഗ് ഗിയർ? ഡീറ്റെയിൽസ് മനസ്സിലായില്ല, പറയൂ സാർ. ഡീറ്റെയിൽസ് പറയാം സാറേ, ഐ വിൽ ടെൽ യു. ഈ നമ്മുടെ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന കുറേ ഗിയറുകളാണ് ആക്ച്വലി
ഫിഷിംഗ് ഗിയേഴ്സ്. ഓക്കെ, ഈ ഫിഷിംഗ് ഗിയർ എങ്ങനെ ഗോസ്റ്റ് ഗിയർ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലിയ വലിയ നമ്മൾ കാണുന്ന ചെറിയ ബോട്ടുകൾ തുടങ്ങി വലിയ വലിയ ഷിപ്പുകൾ വരെ ഇപ്പം ഈ ആഴക്കടലിലൊക്കെ പോയി മീൻ പിടിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ബോട്ടുകളൊന്നുമല്ല. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ മീൻപിടുത്തത്തിന് ഉപയോഗിക്കുന്ന ഒരു നെറ്റ് സാർ എന്ന് നോക്കിക്കൊള്ളൂ, നെറ്റ് തുടങ്ങി അങ്ങനെ ഒരുപാട് ഈ ഫിഷിംഗ് ഗിയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് യൂസേജ് ഡിപ്പെൻസ് ഓൺ ദ യൂസേജ്. ഒരു ഘട്ടത്തിൽ ഇതൊന്നും ഉപയോഗിക്കാതെ വരുമ്പോൾ ദേ ഡംപ് ഇൻ ടു ദ ഓപ്പൺ സീ. ഇത് പ്രശ്നമാണ് സാബു സാർ. ഇത് നമ്മൾ കാണുന്ന പോലെ ചെറിയ അതായത് ഒന്നോ ഈ രണ്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള മത്സ്യസമ്പത്തിനെ മുഴുവൻ, ഈവൻ കുഞ്ഞുങ്ങളെ വരെ കൃത്യമായിട്ട് പിടിച്ചുകൊണ്ട് പോരുന്ന ഒരു സിസ്റ്റം എന്ന് പറയാമോ? തീർച്ചയായിട്ടും പറയാം സാർ. കാര്യം ഇതിൻ്റെ ഈ ചില സ്പീഷീസ് ഒക്കെ ഇത് അൺനോയിങ്ലി പ്ലാസ്റ്റിക് ഇത് ഭക്ഷിക്കാറുണ്ട്. നമ്മൾ ചില ഈ സിറ്റികളിലൂടെയൊക്കെ പോയാൽ പശുക്കളൊക്കെ ഒരു പക്ഷേ ഈ റോഡിലൊക്കെ നടക്കുന്ന പശുക്കൾ, ഈ എന്താണ് നായ്ക്കള്, ഇവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട് സാബു സാർ. അവർ ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. അത് അങ്ങനെ തന്നെ കഴിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കടലിൽ കാണുന്ന, പ്രത്യേകിച്ച് ആഴക്കടലിൽ കാണുന്ന അതുകൊണ്ടാണ് ഈ പേര് തന്നെ ഇട്ടത്. ഇറ്റ് ഈസ് ഐ മീൻ ഹ്യൂജ് ഇൻ ക്വാണ്ടിറ്റീസ്. ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവൻച്വലി ഓൾ ദിസ് ഗോസ്റ്റ് ഗിയേഴ്സ് ഈസ് ഡയറക്ട്ലി ഡംപിങ് ഇൻ ടു ദ സീ. അതൊരു വലിയൊരു പോർഷൻ തന്നെയാണ്. The next one is the industrial waste. Plastic pellets, manufacturing scrap. അങ്ങനത്തെ ഒരുപാട് പെല്ലറ്റ്സ് ഉപയോഗിച്ചിട്ട്, പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് ഉപയോഗിക്കുന്ന സ്ക്രാപ്പുകളുണ്ട്. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് കോൾഡ് ദി ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. അങ്ങനെയാണ് അത് വേസ്റ്റ് ആയിട്ട് മാറുന്നത്. വൺസ് ഇറ്റ് ഈസ് യൂസ്ഡ്, ഇറ്റ്സ് എ വേസ്റ്റ്. Now, the next one, as I said earlier, illegal dumping and littering. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇല്ലീഗലി വി ആർ ഡംപിങ്, വി ആർ ത്രോയിങ് അവർ വേസ്റ്റ് ഇൻ ടു ദ നെക്സ്റ്റ് ഡോർ, ഓൺ ദ റോഡ്. ഇതൊക്കെ ഇല്ലീഗൽ ഡംപിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. ഇറ്റ്സ് നോട്ട് ന്യൂ ഫോർ അസ്. പൂവർ വേസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ മീൻ നോട്ട് ടു ബ്ലെയിം എനിവൺ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വലിയ കാതലായ പ്രശ്നമാണ് the solid waste management, including water also. We don't know how to manage our own waste. We generate this waste. Okay, so we think that this is a management. Throw the waste into the next door on the road. This is our, waste management. You cannot blame the government. You cannot blame the corporation. നമുക്കൊക്കെ അടുത്ത് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷന്മാരെയൊക്കെയുള്ള കോർപ്പറേഷനിലെ ഡംപിങ് യാർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്ത് തീ പിടിച്ചു, അത് വേറെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് പൊതുവെയുള്ള നമ്മുടെ നാട്ടിലൊക്കെയുള്ള അവസ്ഥകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ്. ഇതുപോലെ ഇരിക്കും സാബു സാറേ ഇതിൻ്റെ സ്കെയിൽ. ഇതൊരു ചെറിയ സ്കെയിൽ മാത്രമേ ഉള്ളൂ. നോക്കൂ എന്താണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പിക്ചർ മാത്രമേ ഉള്ളൂ സാർ ഇത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കണ്ണ് തുറക്കേണ്ടതും. നമ്മുടെ ഇടയിൽ നിന്ന് തുടങ്ങുന്ന അവയർനെസ് തുടങ്ങുന്നത് ഈ കാണുന്ന പ്ലാസ്റ്റിക് കൂമ്പാരത്തിൽ നിന്ന് ആകണം. ഇവിടെയാണ് സൊസൈറ്റിയിലെ ഇപ്പോൾ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ദേ ആർ നോട്ട് ദാറ്റ് മച്ച് എഡ്യൂക്കേറ്റഡ്. ഓക്കെ, പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ ഇല്ലാത്തത് ഇതാണ്. എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും ഈവൻ ഇത് സ്കൂൾ തലങ്ങളിലൊക്കെ നോക്കിയാൽ പോലും ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം കുട്ടികളിൽ പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള നമ്മൾ ഇവിടെ സൂചിപ്പിച്ചമാരുള്ള അപകടങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നുണ്ടോ, അതിനുള്ള ക്ലാസ്സുകൾ എടുക്കാറുണ്ടോ, അതിനുള്ള സബ്ജക്റ്റ് ഉണ്ടോ, ഇത് ഏത് സബ്ജക്റ്റിൽ പെടുത്തണമെന്നൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനത്തെ ഒരു ടോപ്പിക്കൊന്നും, അതൊക്കെയാണ് ഇപ്പോൾ വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വേസ്റ്റുകളൊന്നും കാണാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. അവിടുത്തെ ആൾക്കാർ തന്നെ ഒരു സാധനം പോലും വെളിയിലിടാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ജപ്പാനിലെ നമ്മുടെ അവിടുത്തെ ക്ലാസ്സുകളിൽ അവിടുത്തെ ഹാബിറ്റ്സിനെ കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഹൈജീൻ പ്രാക്ടീസസ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവയർനെസ് ഒക്കെ വന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്ലാസ്റ്റിക് പൊല്യൂഷൻ അടക്കം കുറവുണ്ടുള്ളൂ. നമ്മൾ ഗവൺമെൻറ്റിനെയാണ്
പലപ്പോഴും ഇതിനെയൊക്കെ പഴിചാരുന്നതും ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഫ്രം വെർ ഇറ്റ് ഇസ് കമ്മിങ്, ഫ്രം വിച്ച് പ്ലേസ് ഇറ്റ്സ് കമ്മിങ്, നോട്ട് ഫ്രം ദ ഗവൺമെൻറ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു ചിന്ത ഒക്കെയുള്ള ക്ലാസ്സുകൾ നടക്കണം, സ്കൂൾ തലത്തിൽ നിന്ന് തുടങ്ങണം, ചെറിയ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം. പിന്നെ അത് സൊസൈറ്റിയിൽ എത്തണം. അതിനു വേണ്ടിയിട്ടുള്ള മറ്റുള്ള തലത്തിലൊക്കെയാണെങ്കിലുള്ള ക്ലാസ്സുകളും അതിനുള്ള തരത്തിലുള്ള പ്രോഗ്രാംസും ഒക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഇവിടെ ചർച്ച ചെയ്യുന്ന വേൾഡ് എൻവയറൺമെൻറ്റ് ഡേ. എങ്കിലും നമ്മുടെ രാജ്യത്തോട്ട് വരിക, അല്ലെ നമ്മുടെ ഈ സംസ്ഥാനത്തോട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു 1% പോലും ഇപ്പോഴും നമ്മൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ ദുഃഖകരമായ ഒരു ഫാക്ടർ, ഒരു സത്യാവസ്ഥയാണ്. ഒരു 1% പോലും നമ്മൾ ഇതുവരെ ഈ കാര്യത്തിലൊന്നും ചെയ്തിട്ടില്ല. ഹൗ ടു മാനേജ് അവർ ഓൺ വേസ്റ്റ്. ഒരു മുനിസിപ്പാലിറ്റിയിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. മേ ബി ദർ ആർ ഫ്യൂ മുനിസിപ്പാലിറ്റീസ്, വെരി ഫ്യൂ പ്ലേസസ്, ബട്ട് നോട്ട് ഇൻ എ ലാർജ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടു ഇത് എവിടെ നിന്നാണ് ഈ വേസ്റ്റ് ഒക്കെ വരുന്നത്, എത്ര തരം വേസ്റ്റുകൾ ഉണ്ടെന്നൊക്കെയുള്ള കണ്ടു. സോ ദിസ് ഈസ് എ ഡിവാസ്റ്റിംഗ് ഇമ്പാക്ട്സ് ഓൺ ആർ. എവിടെയാണ് ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് അവർ എക്കോസിസ്റ്റം. നമ്മുടെ ഈ പരിസ്ഥിതിയിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ എഫക്റ്റ് വരുന്നത്, ഈവൻ ദോ വി ജനറേറ്റ് ഇറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് ദി എൻവയറമെന്റൽ ഡീവാസ്റ്റേഷൻ, എക്കോസിസ്റ്റം അണ്ടർ ത്രെട്ട്. അതുകൊണ്ടാണ് നമ്മുടെ പരിസ്ഥിതി ത്രെട്ടിൽ തന്നെയാണ്. ഡേ ബൈ ഡേ ഇതിൻ്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഒന്നും ദി ആക്ഷൻസ് ടേക്കൺ ഫോർ ദിസ് ദി പൊല്യൂഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഇറ്റ്സ് വെരി ലെസ്. സോ വൈ ദ മറൈൻ ലൈഫ്, യു ജസ്റ്റ് ടേക്ക് ദി എക്സാമ്പിൾ ദ മറൈൻ ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ കടലിലെ ആവാസ വ്യവസ്ഥയും കടലിലെ ആഴക്കടലിലെ ആവാസ വ്യവസ്ഥയും കടലിൻ്റെ അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയൊക്കെ മറൈൻ ലൈഫാണ്. എൻടാങ്കിൾമെൻറ്റ്, ഇൻജക്ഷൻ, മിസ്റ്റേക്കിംഗ് പ്ലാസ്റ്റിക് ഫോർ ഫുഡ്, അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്റേണൽ ഇഞ്ചുറീസ്, സ്റ്റാർവേഷൻ, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ മറൈൻ ലൈഫിൽ. അറിയാതെ നമ്മൾ പ്ലാസ്റ്റിക് കഴിക്കുന്നതെന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇറ്റ്സ് എ മിസ്റ്റേക്ക് ഫോർ ദി സ്പീഷീസ്. ഇപ്പോൾ മറൈൻ ലൈഫിൻ്റെ ഇതാണ് പ്രത്യേകത. ടെറിസ്ട്രിയൽ എക്കോസിസ്റ്റംസ്, കണ്ടാമിനേഷൻ ഓഫ് സോയിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ണ് മലിനീകരിക്കപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സോയിൽ കണ്ടാമിനേഷൻ. ബ്ലോക്കേജ് ഓഫ് വാട്ടർ ഫ്ലോ. കഴിഞ്ഞ വർഷമാണോ എന്ന് എനിക്കറിയില്ല, തിരുവനന്തപുരത്ത് ഏത് തോട്ടിലാണ് ഒരാൾ അത് ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ മുങ്ങി മരിച്ചു. സാറേ, ആ തോടിന്റെ പേരെന്തായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? ട്രിവാൻഡ്രത്തെ തോട്, ആമയിഴഞ്ചാൻ തോട്. ജോയി എന്ന് പറഞ്ഞ ഒരാളാണ് മരിച്ചത്. ആമയിഴഞ്ചാൻ തോട്. ആമയിഴഞ്ചൻ തോടിൽ സംഭവിച്ച എന്താണ് നമ്മൾ കണ്ടതാണ് അല്ലേ? ബ്ലോക്കേജ് ഓഫ് വാട്ടർ ഫ്ലോ ബിക്കോസ് ഓഫ് ദി പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അല്ലെങ്കിൽ അതുപോലെ വേസ്റ്റ് മുഴുവൻ. അപ്പം ഇങ്ങനെയുള്ള ഈ വലിയ കോർപ്പറേഷനുകളിലാണ് ഈ കനാലുകൾ ഒഴുകുന്നത്. ഇപ്പം കൊച്ചിയിലെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കനാലുകളുള്ള ഒരു സ്ഥലമായിരുന്നു. രാജാക്കന്മാരുടെ കാലത്ത് സാധനങ്ങളെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ദ കൊച്ചിൻ സിറ്റി ഇറ്റ് സെൽഫ് ദർ വർ മെനി വാട്ടർ ഫ്ലോസ് ഉണ്ടായിരുന്നു. തോടുകളും ഈവൻ ബോട്ടുകളൊക്കെ പോലും വരുന്ന ഒരുപാട്. പക്ഷെ അതൊന്നും ഇന്ന് ഒരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല. ഇതിൻ്റെ കാര്യം ഇതാണ്. ഇപ്പം എന്തോ തന്നെ പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ടു. ഈ ഫ്ലോസിനെയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലോക്കേജ് ഓഫ് വാട്ടർ ബിക്കോസ് ഓഫ് ദ കണ്ടാമിനൻസ്. ഓക്കെ, ഹാം ടു ലാൻഡ് ആനിമൽസ്. ഇത് നമ്മുടെ കരയിലൊക്കെ വളരുന്ന മൃഗങ്ങൾക്ക് പോലും പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ദിസ് പ്ലാസ്റ്റിക്സ്, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, അക്യുമുലേഷൻ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഡീഗ്രേഡ്സ് നാച്ചുറൽ ഹാബിറ്ററ്റ്സ്. തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ഉലഹനാൻ സാറ് പറഞ്ഞ. തീർച്ചയായിട്ടും ആവാസ വ്യവസ്ഥകളിൽ നമ്മുടെ നാച്ചുറലായിട്ട് വരുന്ന എല്ലാത്തിനെയും ഈ പൊല്യൂഷൻ അറിഞ്ഞോ അറിയാതെയോ ബാധിക്കുന്നുണ്ട്. സ്പ്രെഡ് ഓഫ് ഇൻവാസീവ് സ്പീഷ്യസ്, പ്ലാസ്റ്റിക് ഡെബ്രിസ് ക്യാൻ ട്രാൻസ്പോർട്ട് ഓർഗാനിസം ടു ന്യൂ എൻവിറോൺമെൻറ്റ്സ്. ഈ പലതരത്തിലുള്ള കണ്ടാമിനേഷൻ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഈ പ്ലാസ്റ്റിക്കിൽ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ. പ്ലാസ്റ്റിക് ഡെബ്രിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനകത്തുള്ള കണ്ടാമിനേഷൻ ഈ ഭാഗത്ത് ഇപ്പോൾ ഒഴുകിപ്പോയാൽ തന്നെ ഈ കടലിൽ ചെല്ലുന്ന കാര്യം ഞാൻ പറഞ്ഞു. അത് പോകുന്നിടത്ത് അത് ഒഴുകുന്ന സ്ഥലത്തൊക്കെയും പൊല്യൂഷൻ നടത്തിക്കൊണ്ടാണ് ഒഴുകുന്ന പോലും. ഞാനിപ്പോൾ ഒരു പിക്ചർ കാണിക്കാം. അപ്പോൾ അതിനകത്തുനിന്ന് അറിയാം ഞാൻ എന്താണ് ഈ മറൈൻ ലൈഫിനെ കുറിച്ച് പറഞ്ഞു തന്നുള്ളത്. ഇതാണ് ഒരു സീൻ. അപ്പോൾ ഇതിനറിയത്തില്ല ഇത് പ്ലാസ്റ്റിക് ആണെന്നും ഇത് ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വരുമെന്ന്. ഇവർക്ക് ഐക്യവും ഈക്യവും ഒന്നും ഇല്ലല്ലോ സാബു സാറേ. അത് സോ ദേ ഡു നോട്ട് നോ.
So this is a devastating impacts on our ecosystems actually. Now let us look at how it is affecting our human health. A silent threat, plastics impact on human health എന്ന് പറയുന്നത്, let's look at it. Microplastics നമ്മൾ നേരത്തെ പറഞ്ഞു, ingested through food, water and inhaled from the air. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ പോലും ഇതിൻ്റെ ചെറിയ ചെറിയ മൈക്രോ കണങ്ങളുണ്ട്. So where it is going through the inhalation, just imagine. ഫുഡിൽ കൂടെ മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോപ്ലാസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, കെമിക്കൽ ലീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ നമ്മളൊരു ക്ലാസ് എടുത്തപ്പോഴും സാബു സാറാണെന്ന് തോന്നി ചോദിച്ചിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പലയിടത്തും ഈ ഡംപിങ് സൈറ്റുകളൊക്കെ ഉണ്ട്, പല കോർപ്പറേഷനിലും ഡംപിങ് സൈറ്റൊക്കെ ഉണ്ട്. അവിടെ ഇവഞ്ച്വലി ഇതെല്ലാം കൊണ്ട് തട്ടിയിട്ട് നല്ലൊരു മഴ വന്നുവെച്ചാൽ മതി, ആ മഴയിൽ കൂടി ഇതെല്ലാം ഒലിച്ചൊലിച്ച് ശരിക്കും പോകുന്നത് നമ്മുടെ ഈ ഗ്രൗണ്ടിലോട്ട് തന്നെയാണ്. ഈ ഒഴുകി മണ്ണിലേക്ക് പോകുന്ന വെള്ളമാണ് തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ പോകുന്നത്. ദിസ് ഈസ് കോൾഡ് ദ ലീച്ചിങ്. അപ്പോൾ അവിടെ എന്തെല്ലാം തരത്തിലുള്ള സ്കെയിലുള്ള പൊല്യൂഷൻ ഉണ്ടോ, ഡെഫിനറ്റ്ലി ആ ചുറ്റുപാടുകളിലുള്ള ഉറവുകളുള്ള എല്ലാ കിണറ്റിലും ചെല്ലാൻ സാധ്യതയുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ റീച്ച് ടു ദ വാട്ടർ, ടു ദ ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ അതും തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നമാണ് കെമിക്കൽ ലീച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഈ കെമിക്കൽസ് സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യാനുള്ള ചില അതിന് ഡൊമസ്റ്റിക് ട്രീറ്റ്മെൻ്റ് എന്നും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് സെപ്പറേറ്റ് പലയിടത്തും ചെയ്യാറുണ്ട്. അവിടെയൊക്കെ ഹൈലി പൊല്യൂട്ടഡ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദീസ് പ്ലാന്റ്സ് നമ്മുടെ എന്താണ് ആരോഗ്യപരമായ നമ്മുടെ ബോഡിയിൽ പല റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്റേണലി സ്കിൻ ഡിസീസ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഐ മീൻ സി ലുക്ക് അറ്റ് ദി ഇമ്പാക്ട്സ് എസ്പെഷ്യലി ഓൺ ദി ഹ്യൂമൻ ഹെൽത്ത്. പൊട്ടൻഷ്യൽ ഫോർ ടോക്സിസിറ്റി, എമർജിങ് റിസർച്ച് ഓൺ ലോങ് ടേം ഹെൽത്ത് എഫക്ട്സ്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്തെ ടോക്സിസിറ്റി ഒക്കെ മെഷർ ചെയ്യാനും ഒക്കെ ചിലപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ പോലെയുള്ള ടോക്സിസിറ്റി മെഷർ ചെയ്യാൻ, അന്തരീക്ഷത്തിൻ്റെ വായുവിൻ്റെ നിലവാരം അറിയാനൊക്കെ ചില സിറ്റികളിലൊക്കെ, ഈവൻ കൊച്ചിയിലൊക്കെ തന്നെ പല ബോർഡുകളും വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള കാർബൺ മോണോക്സൈഡിൻ്റെ ലെവൽ എത്രയാണ്, ഹൈഡ്രജൻ സൾഫറിൻ്റെ ലെവൽ എത്രയാണെന്നൊക്കെ പറയാം. അത് ടോക്സിസിറ്റി ഒക്കെ വെറുതെ ആ ബോർഡൊന്നും കാണിച്ചിരിക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ തോതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ കുറയുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യത്തെക്കുറിച്ച് റിസർച്ചൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. ഈവൻ ഇപ്പോൾ ശ്വസിച്ചാൽ തന്നെ നമ്മുടെ മൈക്രോ പ്ലാസ്റ്റിക്സ് നമ്മുടെ ഉള്ളിൽ പോകുന്നുണ്ട്, ഇൻഹലേഷനിലൂടെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ now look at the next one, the food chain contamination. Plastic break down into microplastics entering the food chain and eventually to our dining table. അവിടെയാണ് പ്രശ്നം. നമ്മളിപ്പോഴും ഇപ്പോൾ ഈ ഓൺലൈൻ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഫുഡ് ചെയിൻ സപ്ലൈസ് ദേ യൂസ് ദ പേപ്പർ പാക്കറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അലൂമിനിയം ഫോയിലൊക്കെ പോലുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫോയിലൊക്കെ പോലുള്ള പല കണ്ടെയ്നേഴ്സ് ഇപ്പോഴും ഫുഡ് ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇവൻച്വലി ഇറ്റ് ഇസ് ഓൾ ഗോയിങ് ടു അവർ പ്ലേറ്റ്സ് ആൻഡ് ഇവൻച്വലി എവറിങ് ഈസ് എൻഡിങ് ഇൻ അവർ സ്റ്റൊമക്ക്. അപ്പോൾ ഇതാണ് കെമിക്കൽ എക്സ്പോഷറിൽ ഞാൻ നേരത്തെ കാര്യം പറഞ്ഞു. ഒരു ചെറിയൊരു ഒരു എക്സ്പ്ലനേഷനാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇത് ക്ലിയർ ആയിട്ട് കാണാമോ സാബു സാറേ? ഇതിൻ്റെ സോഴ്സസ് ഒക്കെ കാണാമോ ശരിക്കും ഓൺ യുവർ സ്ക്രീൻ? ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇതിനകത്ത് ഒക്യുപ്പേഷണൽ ഹെൽത്തിനെ കുറിച്ചാണ് മോസ്റ്റ്ലി പറയുന്നത്. ഇതിൻ്റെ പ്ലാസ്റ്റിക് പ്രൊഡക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് വരുന്നത് ഇതുവഴിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എക്സ്പോഷർ പാത്വേസ് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവിടെയാണ് നമ്മുടെ അഡ്വേഴ്സ് ഹെൽത്ത് എഫക്ട്സ് ഒക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്? അബ്നോർമൽ ഹോർമോൺ ഫങ്ഷൻസ് ഉണ്ട്, റെഡ്യൂസ് ഫെർട്ടിലിറ്റി കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ പടം സൂചിപ്പിക്കുന്നത്. ഇത് UN ഡിസൈൻ ചെയ്ത പോസ്റ്ററാണ് ആക്ച്വലി. UNEP ഡിസൈൻ ചെയ്ത ഒരു പോസ്റ്ററിൽ ഒന്നാണ് ആക്ച്വലി.
നെർവസ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യാം, ഹൈപ്പർ ടെൻഷൻ കൂടാം, കാർഡിയോവാസ്കുലർ ഡിസീസ് വരാം, ലങ് ആൻഡ് ഈവൻ ക്യാൻസർ വരെ ഇതിൽ കൂടെ, ഈ പ്ലാസ്റ്റിക്കിൽ കൂടെ തീർച്ചയായിട്ടും വരാം. സ്റ്റഡീസ് ഹാവ് ഷോൺ ദിസ്. ഇതാണ് എൻ്റെ ഒരു ഇന്നറായിട്ടുള്ള കുറേ കൂടെ ഉള്ള ഒരു ഇന്നർ ഡെപ്തിൽ നോക്കിയിട്ട് തീർച്ചയായിട്ടും കാണാം ഹൗ ഇറ്റ് ഈസ് ഇമ്പാക്റ്റിംഗ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ഇറിറ്റേഷൻ ഇൻ ഐസ്, ചിലർക്ക് കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട്, ഹെഡേക്ക് ഉണ്ടാറുണ്ട്, ഡിസിനെസ് തോന്നാറുണ്ട്, അൺകോൺഷ്യസ്നെസ് തോന്നാറുണ്ട്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ആസ്മ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, liver problems, skin diseases, rashes, allergy. Look at this, I mean, the potential human health hazards actually. Due to what? Due to plastic. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ദ സ്കെയിൽ ഈസ് വെരി ഹ്യൂജ്, ബിയോണ്ട് അവർ ലിമിറ്റേഷൻസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഹാവിങ് സെഡ് ഓൾ ദിസ്, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് വരെ, ഇപ്പോൾ ഇരുന്നത് ഇതിനെക്കുറിച്ചുള്ള പ്രോബ്ലംസിനെ കുറിച്ചാണ്. പ്രോബ്ലം ഉണ്ടെങ്കിൽ ദർ ആർ സൊല്യൂഷൻസ്, അതാണല്ലോ. പ്രോബ്ലം വിൻഡോയും ഉണ്ട്, സൊല്യൂഷൻ വിൻഡോയും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. സോ ദർ ആർ സൊല്യൂഷൻസ്. സോ just look at it, what is the multi-programmed approaches for solutions. A collective effort. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇറ്റ് റിക്വയർസ് ആക്ഷൻ അറ്റ് ഇൻഡിവിജ്വൽ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വീടുകളിൽ നിന്നാണ് ഇത് ശരിക്കും പറയുന്നത് തുടങ്ങേണ്ടത്. നമ്മുടെ വീടുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് തന്നെ. ദെൻ കമ്മ്യൂണിറ്റി, കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെൻറ് ലെവൽസ്. സോ ദാറ്റ് ഇസ് the collective effort. Focus on 3 R's. So what is 3 R's? Reduce, reuse, recycle. There's a hierarchy within the emphasis on reduce and reuse. Okay, this is called the 3R rules. Then innovation in sustainable materials and packing. പ്ലാസ്റ്റിക്കിന് പകരമായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പം അത് ഒരുപാട് റിസർച്ചിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് the replacement for this the plastic. Next is the improved waste management infrastructure globally. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ നാട്ടിലെ ഈ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞെങ്കിലും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ തന്നെ ഓക്കെ, വേൾഡിൻ്റെ ഒരു ചെറിയ പോർഷനിൽ മാത്രമേ എഫക്റ്റീവായിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രമേ ഇപ്പോഴും ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കിയിട്ടുള്ളൂ. It need commitment, it need money, it need people's participation. So the percentage of waste management globally is very less actually. So that infrastructure പറയുമ്പോൾ അതിനൊക്കെ വേണ്ട ഫെസിലിറ്റി വരണം. കോർപ്പറേഷനിലൊക്കെ ആണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഈവൻ എന്തിനാ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ആണെങ്കിൽ പോലും ഇതിനൊക്കെയുള്ള ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനായിട്ടൊന്നും ഇതുവരെ ഇഫക്റ്റീവായിട്ട് നടപ്പാക്കിയിട്ടില്ല. ഒരു മുനിസിപ്പാലിറ്റിക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ചും കേരളത്തിൽ. നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ടുള്ള കുടുംബശ്രീയിലെ പാവം സ്ത്രീകൾ ഇതൊക്കെ കളക്ട് ചെയ്യുന്ന കാണാം. പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വാട്ട് ദേ ഡു ദിസ് വിത്ത് ദിസ്, എവിടെയാണ് ഇത് പോകുന്നത്? നോബഡി നോസ് ആക്ച്വലി. ഇതാണ് ശരിക്കുള്ള എൻ്റെ അവസ്ഥ. നമ്മുടെ ഗ്രാമതലങ്ങളിലൊക്കെ പോയാണെങ്കിൽ ഇപ്പോൾ ഗ്രാമമൊന്നും സിറ്റിന്നൊന്നും ഇല്ലല്ലോ. എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കാര്യം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. സോ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ഓൺലൈനിൽ കൂടെ ഒക്കെ ആണെങ്കിലും ഈവൻ ഇൻ റിമോട്ട് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അവിടെയൊക്കെ ആൾക്കാർ ഈ ഓൺലൈൻ പർച്ചേസ് തുടങ്ങി. സോ ദി കോർപ്പറേറ്റ് കമ്പനീസ് ആർ ലുക്കിംഗ് അറ്റ് ദം ഹൗ ടു ഇൻക്രീസ് ദ സെയിൽ ഇൻ റൂറൽ ഏരിയാസ്. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ ഇപ്പോൾ മാറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം എവിടെ താമസിക്കുന്നു എന്നതിന് വ്യത്യാസം ഇല്ലാതെ നഗരത്തിലായാലും പട്ടണത്തിലായാലും നമ്മുടെ ഗ്രാമങ്ങളിലായാൽ പോലും ഇതിനൊന്നും വലിയ തരത്തിലുള്ള ചേഞ്ചസ് ഇല്ല ആക്ച്വലി. ദ സ്കെയിൽ ഈസ് ഓൾമോസ്റ്റ് സെയിം ഇൻ ഓൾ ദ ലെവൽസ് ആക്ച്വലി. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള കളക്റ്റീവ് എഫേർട്ട് വന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി പൊട്ടൻഷ്യൽ റിഡക്ഷൻ. These are the actually these are 5 rules, 5 R's started from the reduce, reuse, repair. ചില കാര്യങ്ങളൊക്കെ റിപ്പയറും ചെയ്യാം, നമുക്ക് റീപർപ്പസ് ചെയ്യാം.
ആൻഡ് ദെൻ റീസൈക്കിൾ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ്സ് വി ക്യാൻ ഇൻ ദ എക്കണോമി വി ക്യാൻ റെഡ്യൂസ് the solid waste, especially the plastics waste, recyclable waste, decomposable plastics-നെയൊക്കെ നമുക്ക് ഈ തരത്തിൽ അഡ്രസ് ചെയ്യാം. Now let us look at what is the other approach we can. What the individuals can do, like me and you. നമ്മളെ പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഗവൺമെൻറ്റിനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, UNEP-യെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നോക്കിയിട്ട് കാര്യമില്ല, സർക്കാരിനെ നോക്കിയിട്ട് കാര്യമില്ല, ഒരു കാര്യവുമില്ല. ഇതൊന്നും കുറയാനും പോകുന്നില്ല. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്ത് എന്ത് എംപവർ ചെയ്താൽ വി ഹാവ് ടു എംപവർ അവേഴ്സെൽസ്. ദ റോൾ വാട്ട് വി ക്യാൻ ഡു, ദിസ് ഇസ് കോൾഡ് ദ 5 hours റോൾ. ഞാൻ നേരത്തെ പറഞ്ഞു റീയൂസ് ഇറ്റ്. അപ്പം റീയൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? സേ നോ ടു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ്. ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിനോട് നോ പറയുക. നോ സ്ട്രോസ്, നോ ബാഗ്സ്, നോ അൺനെസസറി പാക്കിംഗ്. നമ്മൾ ചിലപ്പോൾ ഒരു കടയിൽ പോയിട്ട് തന്നെ പ്ലാസ്റ്റിക്കിൽ തരുവാണെങ്കിൽ ഇഫ് യു ക്യാൻ സേ ദാറ്റ് നോ ഐ ഡോണ്ട് നീഡ് എ ബാഗ്, ഡു ദാറ്റ്. ഇപ്പം കേരളത്തിൽ തീരെ കുറവാണ് പ്ലാസ്റ്റിക് ബാഗ്സ് പല ഷോപ്പുകളിലൊക്കെ പോലെ കിട്ടാറില്ല. എങ്കിലും റെഫ്യൂസ് ഇറ്റ്. ആക്ച്വലി യു ക്യാൻ റെഫ്യൂസ് ഇറ്റ്. Then if you refuse it, then you can reduce it. Okay, reduce means minimize consumption of products packaged in plastic. That is how we are going to reduce it. Now let us look at the third R, that is the reuse. Opt for reusable bags, bottles, coffee cups and containers. This is the reuse. Repurpose. What is a repurpose? Find new uses for plastic items instead of discarding them. നമ്മൾ വലിച്ചെറിയാതെ അതിന് മറ്റെന്തെങ്കിലും ഒരു പ്രാവശ്യം കൂടി തന്നെ ഉപയോഗിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളത് റീപർപ്പസ് ചെയ്ത് നമുക്ക് പല ഇങ്ങനെയുള്ള മെറ്റീരിയൽ കൂടി നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. Then the final one is the recycle. Properly sort and recycle plastics where facilities exist. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെപ്പോലെ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ചിലർക്ക് അങ്ങനെയുള്ള ഈ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ്, പേപ്പർ വേസ്റ്റ് ഒക്കെ സെപ്പറേറ്റ് സാഗ്രിഗേറ്റ് ചെയ്തിട്ട് അതൊരു കണ്ടെയ്നറിൽ വെക്കണം. ഫുഡ് വേസ്റ്റ്, പെരിഷബിൾ ഐറ്റംസ് ഒക്കെ ഉള്ള ഫുഡ് വേസ്റ്റ് വേറെ ബക്കറ്റ്, ഡിസ്പോസ് ചെയ്യാനുള്ള ബക്കറ്റിൽ വെക്കണം. ഇതൊരു നല്ല പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പ്രോപ്പർലി ഇതിനെയൊക്കെ ഒന്ന് സാഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഈ റീസൈക്കിൾ മാത്രം ചെയ്യുന്ന പ്ലാസ്റ്റിക്സുകളെ പോലും മാറ്റി വെക്കാവുന്ന കണ്ടെയ്നറുകൾ പല ഇതുപോലുള്ള സമുച്ചയങ്ങളിലൊക്കെ ഇപ്പോൾ കാണാറുണ്ട്, പല ഷോപ്പിംഗ് മോൾസിൽ കാണാറുണ്ട്. സോ ദീസ് ആർ ദ 5 hours. ആക്ച്വലി നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദിസ് 5 hours rules actually individually, right? Now what the business can do, it's a CSR എന്നൊക്കെ പറഞ്ഞില്ല, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. എന്താണെന്ന് നമുക്ക് നോക്കാം. റീഡിസൈൻ പ്രോഡക്ട്സ്, എലിമിനേറ്റ് അൺനെസസറി പ്ലാസ്റ്റിക്, യൂസ് റീസൈക്കിൾഡ് കണ്ടന്റ്. നമ്മളിത് പല പ്രൊഡക്റ്റിൽ ഇപ്പോൾ കാണാറുണ്ട്. ചില പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കവർ ചെയ്തിരിക്കും. നമുക്ക് അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ദിസ് കവർ ഈസ് മെയ്ഡ് യൂസിങ് ദ റീസൈക്കിൾഡ് പേപ്പർ. ദിസ് ഈസ് എ ബിഗ് ബിസിനസ് ഓൾസോ ആക്ച്വലി. I mean, making the business from the scrap is a very big business actually. Innovative packing, explore biodegradable, compostable or refillable options. ഇതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള പാക്കിങ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദി ഇന്നോവേറ്റീവ് പാക്കിംഗ്. ആൻഡ് ടേക്ക് ബാക്ക് സ്കീംസ്, അതിവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇംപ്ലിമെന്റ് സിസ്റ്റംസ് ഫോർ കളക്ടിങ് ആൻഡ് റീസൈക്ലിംഗ് ദെയർ ഓൺ പ്രൊഡക്ട്സ്. ചിലർ അവരുടെ തന്നെ പ്രൊഡക്ട്സ് തിരിച്ചു വാങ്ങാറുണ്ട്. ഇൻ സം സിറ്റീസ്, എസ്പെഷ്യലി ഇൻ ഗൾഫ് കൺട്രീസിൽ യു ക്യാൻ സീ ദിസ്. Some of the European countries, they follow this. In US, you can see this. Take back schemes. Supply chain transparency, ensure sustainable sourcing of materials. അവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. So they have to ensure that sustainable sourcing of materials are implemented in their organization. And finally, all the people have to support a policy, advocate for stronger regulations and infrastructure. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു കുറവ് ഇതാണ്. ദർ ഇസ് നോ സച്ച് റെഗുലേഷൻസ് ഒന്നുമില്ല. വെരി സ്ട്രോങ് പെനാൽറ്റി ഒക്കെ ചെയ്യാവുന്ന ലോസ്, റെഗുലേഷൻസ്
ഇംപ്ലിമെൻറ്റേഷൻ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേസ്റ്റ് എടുത്ത് റോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. ആരും നമ്മളെ, ഒരു പോലീസുകാരനും നമ്മളെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അറസ്റ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അല്ലെങ്കിൽ പെനാൽറ്റി ചെയ്യുന്ന സ്ഥലമുണ്ട്. സിംഗപ്പൂരിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ cannot even think of spitting on the road. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. നമ്മളത് ചെയ്യത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഇൻ പ്ലേസസ് ലൈക്ക് ജപ്പാൻ, നമ്മൾ അവിടുത്തെ ആ വൃത്തിയുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പോലും തോന്നില്ല. ദാറ്റ് ഈസ് ദ വേ ദേ കീപ് ദർ എൻവയർമെൻറ്റ്. ഇപ്പോൾ ജപ്പാനിലൊക്കെ പോയിട്ടുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഉലഹന്നാൻ സാറിനെ പോലുള്ളവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ ദ പേപ്പർ, ദ റീസൈക്കിളബിൾ ബിസിനസ് ഈസ് ഡെവലപ്പിംഗ് നൗ. ലോട്ട് ഓഫ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ആർ അവൈലബിൾ. It's a big business. The packing industry, they use a lot of the recycled materials. Now what the governments and the policy makers can do, നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിലും നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽസിന് ഒരു പക്ഷേ ഗവൺമെൻറ്റിലൊക്കെ പ്രഷറൈസ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു പക്ഷേ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തവരാകും. ഒരു പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ പോലുള്ള നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഉണ്ട് സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങൾ. ഒരു പക്ഷേ അതായിരിക്കും. പക്ഷേ എങ്കിലും so there should be a common policy where the governments can come in and they can implement. Let's look at what kind of, these are all adapted in successful places, successful countries. I will show you a few countries they have implemented all this very successfully. Number one, bans, restrictions. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്, implement bans on problematic single-use plastics. Now this is already implemented in low level, maybe on a very small level. Next is the extended producer response, EPR. What is that? All producers accountable for the life cycle of their products. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നവർ തന്നെ അതിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ അക്കൗണ്ടബിലിറ്റി ഉള്ളവരായിരിക്കണം. So they have to produce the materials, or the EPR system is saying that the producers themselves should be accountable for the life cycle of their products. Now, investment in infrastructure, that's very important in our places like ours. What we are saying is we have to improve waste collection, sorting and recycling facilities. ഇവിടെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം ഇതാണ്. ശരിക്കുള്ള വേസ്റ്റ് കളക്ഷൻ സിസ്റ്റങ്ങളൊന്നും തന്നെയില്ല. ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന കാണാം. ഈ വേസ്റ്റ് കളക്ഷനും വേസ്റ്റ് ട്രാൻസ്പോർട്ടേഷനുമാണ് ദ കീ, ഇതിൻ്റെ ഒരു പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, US പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഓരോ വീടിൻ്റെ മുന്നിലും സ്പെസിഫൈഡ് ദിവസങ്ങളിൽ ഒരു വണ്ടി വരുന്നത് കാണാം. അവിടുത്തെ റീസൈക്കിൾ ബിന്നൊക്കെ ചെയ്തിരിക്കുന്നത് അത് കണ്ടാൽ തന്നെ ഒരു ഭംഗിയുണ്ട്. ആ വണ്ടി വന്ന് ഒരു ഫോർക്ക് കൊണ്ട് എടുക്കാനായിട്ട് പാകത്തിലുള്ള ഒരു ബോക്സാണ്. അതെല്ലാം ഓട്ടോമേറ്റഡുമാണ്. അവിടെ ഒരു വണ്ടി വരും, ആ വണ്ടി വന്ന് കൃത്യമായിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിലിരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റ് എടുക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് പോകും. യു കനോട്ട് സീ, അത് ആൾക്കാർ മാനുവലി പോലും അല്ല ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾ ഓട്ടോമേറ്റഡ്. സോ ദ വേസ്റ്റ് വിൽ എക്സാക്ട്ലി ഗോ ഇൻ ടു ദ ട്രക്ക്, ദെൻ ഇറ്റ് വിൽ കം ബാക്ക് അഗെയിൻ. They will place our container, our plastic, the waste basket. They will go to the next home. അപ്പോൾ ഇതാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേസ്റ്റ് കളക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യവും നമ്മുടെ കൺട്രി ഇപ്പോൾ US-ഉമായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. ബട്ട് ആസ് ആൻ എക്സാമ്പിൾ ഐ വാസ് ജസ്റ്റ് മെൻഷനിങ് സം ഓഫ് ദി ബെസ്റ്റ് പ്രാക്ടീസസ്. അവിടെയൊക്കെ നല്ല റീസൈക്ലിംഗ് ഫെസിലിറ്റീസും ഉണ്ട്. ദാറ്റ്സ് വൈ ദ പീപ്പിൾ ദംസെൽസ്, സോ ദേ വിൽ നോട്ട് മിക്സ് ദിസ്. ഒരു റീസൈക്കിൾ ഐറ്റവും ഒരിക്കലും അവിടുത്തെ ഒരു ഫുഡ് ബാസ്ക്കറ്റിൽ അവിടെ ഉള്ളവരാരും ചെയ്യാറില്ല. ഇറ്റ്സ് എ പ്രാക്ടീസ് ആക്ച്വലി, ഇറ്റ്സ് എ ഹാബിറ്റ് ആക്ച്വലി. Okay. Now, the public awareness campaigns, as I was mentioning earlier, educate citizens properly on proper waste management systems and sustainable choices. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ ഒക്കെ ഇതിനു വേണ്ട പബ്ലിക് അവയർനെസ് വളരെ നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ
നമ്മുടെ പോലുള്ള സംസ്ഥാനത്തൊക്കെ ആണെങ്കിലും ഇതിനൊക്കെയുള്ള ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് തരത്തിലുള്ള സിസ്റ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ പറഞ്ഞാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ്. വൈ? ബിക്കോസ് വി ആർ ഓൾ എഡ്യൂക്കേറ്റഡ്. 100% ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ഒരുപക്ഷെ ഈ ലിറ്ററസി ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഉള്ള അവരുടെ ഒരു അവയർനെസ് ലെവൽ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ഐ മീൻ അവർ സ്റ്റേറ്റ് ഈസ് വെരി വെരി ഫാർ എഹെഡ് ആക്ച്വലി. പക്ഷേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളോട് തന്നെ ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ നമ്മൾക്കറിയാം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. അടുത്താണ് ഇൻ്റർനാഷണൽ കോപ്പറേഷൻ. ഇത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. കൊളാബറേറ്റീവ് എഫേർട്സ് ടു അഡ്രസ് ദി ട്രാൻസ്ബൗണ്ടറി പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഇപ്പോൾ പല ഇൻ്റർനാഷണൽ കമ്പനീസും ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ഷ്രെഡിങ് എന്ന് പറയും, പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്യുന്ന. അവരൊക്കെ വളരെ എഫക്റ്റീവായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിനുള്ള ടെക്നോളജി ഇല്ലെങ്കിൽ വി ഹാവ് ടു ഗോ ഇൻ്റർനാഷണലി. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് പീപ്പിൾ ആൻഡ് വി ഹാവ് ടു ചെക്ക് ഹൗ ദേ ആർ ഡൂയിങ് ഇറ്റ്. ഇപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ ഓൾസോ ഡു ദ സെയിം തിങ്. So that's where we need the technology partners on an international level so that same systems can be adopted in our place also. So these are the things the governments, especially the policy makers like municipalities and all, they have to come up with ideas of doing this and implementing this. This is one of the systems. You can see different streams. This one is only for the food, one is only for the recyclable items, one is for the plastics. This is called the segregation of the waste. ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ നമുക്ക് പല കൺട്രിയിലും കാണാൻ പറ്റും. ഞാൻ ഇതുപോലുള്ളൊരു സിസ്റ്റം, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം ദോഹയിൽ കണ്ടിട്ടുണ്ട്. ആക്ച്വലി അത് ആൾക്കാർ താമസിക്കേണ്ട നടുക്ക് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു വളരെ മനോഹരമായ ഒരു പൂന്തോട്ടവും അതിൻ്റെ ചുറ്റിനും ഉണ്ടാക്കിയിട്ടുണ്ട്. സെയിം തിങ് നമ്മുടെ ഗുജറാത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുജറാത്ത് ചില സൂററ്റ് പോലുള്ള സൂററ്റ് സിറ്റിയെക്കുറിച്ച് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ദ ക്ലീനസ്റ്റ് city in India, one of the cleanest cities in India, Surat. They're far ahead in their waste management, cleanliness, liquid waste water treatment. I worked there for some international companies, so I know what I'm saying. അപ്പോൾ അതൊക്കെ നമ്മുടെ കേരളത്തിലും ഒക്കെ വരണം. അങ്ങനെയുള്ള സിസ്റ്റംസ് ഹാൻഡിൽ ചെയ്യാനുള്ളവർ, അതിനുള്ള ടെക്നോളജി ഉള്ളവർ, the government should come up with such arrangements. അപ്പോൾ ഇതാണ് അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. Let us look at some success stories for our own inspiration. The country is leading on the way. Now there are some countries like Rwanda, it's an African country, became the world's first plastic-free nation in the year of 2008 by banning plastic bags and packing. 2008 അവർ നടപ്പാക്കി. Number 2, Canada declared plastic a toxic substance in 2021 and banned most single-use plastics. Canada implemented in 2021. Next is the Austria. Austria is a very small country, has one of the highest recycling rates globally and banned plastics in 2020. Now, San Francisco in USA implemented a zero waste goal with strict recycling and composting program. അവർ ഈ വേസ്റ്റ് ജനറേറ്റ് തന്നെ സീറോ ആക്കിയതാണ്, ഇംപ്ലിമെൻറ്റഡ് സീറോ വേസ്റ്റ് ഗോൾ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ 3R അല്ലെങ്കിൽ 5R റൂളിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ സീറോ വേസ്റ്റ് ഗോളിൽ നമുക്ക് എത്താൻ പറ്റും. ദേ ഇംപ്ലിമെൻറ്റഡ് ഇറ്റ് in San Francisco. So let us look at some other cities like Curitiba in Brazil. Our 70% of waste is recycled there with the incentives for lower income communities. അങ്ങനെയാണ് അവർ അട്രാക്ട് ചെയ്യുന്നത്. Okay, the waste is reduced by giving some incentives. Vancouver, Canada, banned food scraps from standard waste bins to encourage composting. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. You cannot put the waste bins, food scraps, put in a separate can for that. Zurich, Switzerland has 12,000 recycling points, making recycling mandatory. 12,000 recycling
പോയിന്റ്സ് ഉണ്ട് സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ടൗണിൽ. ഓക്കെ, സോ ദീസ് ആർ ദി ഇൻസ്പയറിംഗ് സക്സസ് സ്റ്റോറീസ് where the plastics were reduced. Okay, these are the ways. There were, strong decisions, implementations. The people themselves have come forward to, like a zero waste goal. So these are the inspiring stories or success stories. We can also just look at it and see. This is also, we can also do in our place. This is some of the inspiration. So as always, let us go to a conclusion. Okay, shared future. So what is our responsibilities? Plastic-free future. Plastic pollution is a global challenge that requires a unified purpose. So that is the conclusion number 1. Every action, no matter how small, contributes a solution. അപ്പോൾ നമ്മൾ ചെറിയ ഒരു കാര്യമാണ്, ഒരു ആക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ പോലും the result will be, good results. By working together, we can create a healthier planet for current and future generation. ഇപ്പോൾ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു, ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ കുറിച്ചൊക്കെ ഉള്ളൊരു തോന്നലുണ്ടെങ്കിൽ we can work together to think about such kind of initiatives, how to reduce waste, how to reduce plastic. That's for the generations to come. Now, the time for action is now, so delay is not an option. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു എങ്കിൽ please do it now. So delay is not at all an option. Okay, do it now. So this picture maybe give you a clear picture what is our shared future. Okay, look at the people and their smiling faces. Okay, so this is one of the ways we can also think about it. And what is our shared responsibility? Yeah, and coming to the other points, plastic pollution is a global challenge that requires a unified response. നമ്മളുടെ എല്ലാവരുടെയും കോമൺ ഉത്തരവാദിത്തമാണ്. Every action, no matter how small, contributes to the solution by working together. I already told about this one. So this is again a reminder. The next is a joint movement. So what will you do? Just think what me and you can do. Make a personal commitment to reduce your plastic footprint starting today. ഇന്ന് തന്നെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന പ്ലാസ്റ്റിക് ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോതാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒരു കമ്മിറ്റ്മെന്റ്, നമുക്ക് എങ്ങനെ ഇതിനെ റെഡ്യൂസ് ചെയ്യാമെന്ന് ജസ്റ്റ് തിങ്ക് അബൌട്ട് ടുഡേ. നാളേക്കല്ല, ഇന്നേക്ക് തന്നെ നമുക്കൊരു ചിന്ത പോയാൽ ഒരു പക്ഷേ നമുക്കും ഈ ഒരു വലിയ ഒരു മൂവ്മെന്റിൽ നമുക്കും വേണമെങ്കിൽ വി ക്യാൻ ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് the great movement. Now the other thing is support business and policies that prioritize sustainability. തീർച്ചയായിട്ടും ഈ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് പോകുന്ന ഓരോ ബിസിനസ്സിനെയും പോളിസിയൊക്കെയും യു ഓൾസോ ഷുഡ് സപ്പോർട്ട് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ലോക്കൽ ക്ലീനപ്പ് ഡ്രൈവ് ഓർ അവെയർനെസ് ക്യാമ്പയിൻ. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, നമ്മുടെ സ്കൂളുകളിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ക്ലീനപ്പ് ഡ്രൈവിലൊക്കെ കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട്. അതൊരു അവയർനെസ് പ്രോഗ്രാം തന്നെയാണ്. ഇപ്പോഴുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏത് ലെവലിലുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. നൗ എഡ്യൂക്കേറ്റ് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി അബൌട്ട് ദ ഇഷ്യൂ. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിനെക്കുറിച്ച് എത്രമാത്രം ഈ പ്രശ്നത്തിൻ്റെ ഒരു ലെവല് നമ്മുടെ ഇടയിൽ തന്നെ എത്രമാത്രം ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയമുണ്ട്. കാര്യം പലർക്കും ഇത് ഉണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ച് ഒട്ടും ബോധവാന്മാരല്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ സൊസൈറ്റിയിലും നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സിലും ഫാമിലിയിലും ഒക്കെ തന്നെയും എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെയാണ്. പീപ്പിൾ ഷുഡ് ബി അവെയർ അബൌട്ട് ഇറ്റ്, വി ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് അബൌട്ട് ഇറ്റ്. ദെൻ നോർമലി ഓൾ റിഡക്ഷൻ വിൽ happen in a small way actually. So that will contribute a lot in general. So the last one is, now this is the time of the social media. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്തെല്ലാം തരത്തിലുള്ള അവയർനെസ് ആണ്. എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഈ ചെറിയ സ്മാർട്ട് ഫോണിൽ കൂടെ ഒക്കെ തന്നെ
സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ഇതുപോലുള്ള സ്പ്രെഡ് അവയർനെസ് ഒക്കെ ഒരുപാട്. ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ വേൾഡ് എൻവയറൺമെന്റ് ഡേ 2020, it's a campaign actually. It's running over almost all the medium. സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ കോൾ ടു ആക്ഷൻ ആൻഡ് ടു ജോയിൻ ദി മൂവ്മെന്റ്, people like me and you. So this is the end of this session. So thank you very much for listening me with the subject. Together we can beat plastic pollution. നമുക്ക് ഒത്തൊരുമിച്ചിട്ട്, നമ്മുടെ സമൂഹത്തിൽ ഒത്തൊരുമിച്ചിട്ട് നമുക്കും ഇങ്ങനെയുള്ള ഈ മൂവ്മെന്റിൽ കൂടെ together we can beat this, and let us have a society like this, smiling faces, with good air, with good environment, with fresh water, with good drinking water, so that we are living in a world or a universe actually supposed to give us the meaning, purposeful life. And so let us together we can beat this plastic pollution. So once again, thank you very much for watching me over this platform. എൻ്റെ ഈ പ്രസൻറ്റേഷനിൽ കൂടെ പറഞ്ഞ എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഒരു ചെറിയ റിമൈൻഡർ മാത്രം ഞാൻ നൽകിയുള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് പറഞ്ഞതൊക്കെ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എന്നെ കേട്ടിരുന്ന, എന്നെ ഇതിൽ കൂടെ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരം. ഓവർ ടു സാബു സാർ. താങ്ക് യു. താങ്ക് യു സാർ. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം, പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് പ്ലാസ്റ്റിക്, പ്രത്യേകിച്ച് മൈക്രോ പ്ലാസ്റ്റിക്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ശരീരത്തിലേക്കും പ്രകൃതിയിലേക്കും ആഴ്ന്നിറങ്ങുന്ന അതിൻ്റെ പവർ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എത്രയോ വർഷം അത് നിലനിൽക്കും, ഏതൊക്കെ രീതിയിൽ അത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് മനോജ് സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾക്ക് നിയന്ത്രിക്കാൻ എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമാണെന്ന്. പക്ഷെ അത് ഈ പറയുന്ന സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്നവർക്കോ ഒക്കെ പോസിബിൾ ആണ്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഒന്നും ഒരിക്കലും എടുക്കുന്നതായിട്ട് കാണാം. നമുക്കറിയാം, പ്ലാസ്റ്റിക് ഉണ്ടാക്കരുതെന്ന് പറയുന്നില്ല, പക്ഷെ പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ കേൾക്കും. അത് എത്രമാത്രം പ്ലാസ്റ്റിക്കിനെ തടയാൻ പ്രയോജനകരമാകുമെന്നുള്ളതാണ് ഇത്. എനിവേ, നമ്മളെ കൊണ്ടാകാവുന്ന പോലെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ നിന്നും പാത്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രങ്ങളിലേക്കൊക്കെ മാറാൻ കഴിയുമ്പോൾ, ഇപ്പൊ നമ്മൾ ഭക്ഷണം മേടിക്കുമ്പോൾ പോലും പലപ്പോഴും പ്ലാസ്റ്റിക് കൂടുകളിലാണ് പലതും കിട്ടുന്നത്. ഭക്ഷണം ചൂടുള്ള ഭക്ഷണം പോലും, ചൂടുള്ള കറികൾ പോലും പലപ്പോഴും പ്ലാസ്റ്റിക് കൂടുകളിലാണ് കിട്ടുന്നത്. അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് എന്ന് നമുക്കറിയാമെങ്കിൽ പോലും ആ സിസ്റ്റത്തിന് മാറ്റം പറ്റും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് പഴയതുപോലത്തെ ഒത്തിരിയും പാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാത്രത്തിന്റെ കിറ്റ്, ഒരു നമുക്കറിയാം, ഒരു 3-4 പാത്രം മുകളിലേക്ക് വെർട്ടിക്കലായിട്ട് അടുക്കി ഒരു കൈപ്പിടിയൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പാത്രം കൂടെ ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്തു പോകുമ്പോൾ നമുക്ക് മേടിച്ചുകൊണ്ട് വരാൻ പറ്റും. പ്ലാസ്റ്റിക്കിന് മനഃപൂർവ്വം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിലേക്ക്, ഇതൊക്കെ പഴയ സിസ്റ്റമാണ്, ആ പഴയ സിസ്റ്റത്തിലേക്ക് വീണ്ടും മാറുമ്പോൾ ഉണ്ടാകാവുന്ന ആ ചേഞ്ചാണ് നമ്മുടെ ഭൂമിയായിട്ട് നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത്. താങ്ക് യു വെരി മച്ച് സാർ, മനോജ് സാർ. ഇന്ന് പ്രത്യേകിച്ച് ഈദ് മുബാറക്ക് കൂടിയാണ്. ആ പെരുന്നാളിൻ്റെ ഭാഗമായി കൂടി നമുക്ക് ഈ വിഷയത്തെ കാണാം. തീർച്ചയായിട്ടും പ്രയോജനകരമായ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ തക്ക വിധത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ മാറാം. പുലരാൻ സാർ പറയും. ആദ്യമായിട്ട് എല്ലാവർക്കും ഈദ് മുബാറക്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇതിൽ കൂടുതൽ നല്ലൊരു വിഷയമെടുത്ത് അതിൻ്റെ ഉൾക്കാമ്പുകൾ പുറത്ത് കാണിച്ചുകൊണ്ട് 1 by 1 ആയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിനെ ഒരു ക്ലാസ് ഒന്നും പറയില്ല. ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്ഷൻ വിത്ത് അതർ പീപ്പിൾ. സാറ് ശക്തമായി തന്നെ അതിനുവേണ്ടി മെനക്കെട്ടിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിലെനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ടായിരുന്നത്, നമ്മുടെ ഹോസ്പിറ്റൽ ഹസാർഡസ് വേസ്റ്റ്, ഹോസ്പിറ്റലുകളിൽ നിന്ന് പുറന്തള്ളുന്ന അപകടകരമായ വേസ്റ്റിനെ കുറിച്ച് പലപ്പോഴും സർക്കാർ പോലും ബോധവടല്ലേ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ എന്നും കാണുന്നൊരു കാഴ്ചയുണ്ട്. എൻ്റെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ പുറംഭാഗം
അവരുടെ മതിലിന്റെ പുറം ഭാഗം അത് വേസ്റ്റേജ് പോകുന്ന വെള്ളം പോകുന്ന ഒരു സ്ഥലമാണ്. ഈ ഹസാഡ് സാധനങ്ങൾ ചാക്കിലാക്കി പുറത്തേക്ക് എറിഞ്ഞാൽ ആ വെള്ളക്കെട്ടിലേക്കാണ് വീഴുന്നത്. നോബഡി കെയർസ് ഇറ്റ്. പലപ്പോഴും അതിനെക്കുറിച്ച് പല ചിന്തകളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ കൊടുക്കുന്ന ആ കൈമണിയിൽ അത് നിന്നു പോവുകയാണ്. ആ വെള്ളം പാടശേഖരങ്ങളിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ഒഴുകുന്ന വെള്ളം കെട്ടിത്തിരിച്ച് നടാനും അതിനകത്താണ് ആ സ്ത്രീകൾ കൈകൊണ്ട് അവിടെ ആ കൈകളിൽ പ്ലാസ്റ്റിക് ഉറയൊന്നും ഇട്ടിട്ടല്ല അവർ ആ ഞാറ് നടുന്നത്. ആ കൈ കഴുകി വൃത്തിയാക്കിയാണ് അവരുടെ സ്വന്തം മക്കൾക്ക് അവർ ആഹാരം കൊടുക്കുന്നത്, സ്വന്തം കുടുംബത്തിന് ആഹാരം പാചകം ചെയ്യുന്നത്. ആ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് തന്നെയാണ് അവരുടെ അപ്പുറത്താണ് അവരുടെ വീടും അവരുടെ കിണറും. സാറ് പറഞ്ഞു ആ കിണറുകളിലേക്ക് ഈ അഴുക്കുകൾ ഇഴങ്ങിച്ചെല്ലുകയും ആ വെള്ളം തന്നെ നാം ഉപയോഗിക്കുന്നു. എത്ര അപകടകരമായ അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആശുപത്രി മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിക്കാനുള്ള ഒരവസ്ഥ നമുക്ക് ആർക്കെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നെങ്കിൽ വളരെ നല്ല കാര്യം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്, അടുത്ത കാലത്ത് കൊച്ചിയിലെ വേസ്റ്റുകൾ കൂട്ടി അത് മാസങ്ങളോളം നിന്ന് കത്തി ആ വേസ്റ്റുകൾ കൃത്യസമയത്ത് മാറ്റി ഇച്ഛാശക്തിയോടുകൂടിയ ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ സർക്കാർ ആർക്കോ, അത് എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്, ഈ സർക്കാർ ആർക്കോ അത് കോൺട്രാക്ട് കൊടുത്തതാണ്. കോൺട്രാക്ട് മടുത്തപ്പോ ഞാൻ പറയുന്നു അവര് കത്തിച്ച കത്തലാണ് മാസങ്ങളോളം നിന്ന് പുകഞ്ഞത്. അനുഭവിച്ചത് ആരായിരുന്നു? കൊച്ചിയിലെ ജനങ്ങളായിരുന്നു. ആർക്കും ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. കുത്തകകളാണത് കിടക്കുന്നത്. മലമ്പുഴയില്, എൻ്റെ നാട്ടില്, ഈ വേസ്റ്റ് പഞ്ചായത്തുകളൊക്കെ എടുത്തിട്ട് കൊണ്ട് ചാർത്തുന്നൊരു സ്ഥലമുണ്ട്. അവിടെ അത് വേസ്റ്റൊക്കെ പ്ലാന്റിലിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവിടുത്തെ ജലം മലമ്പുഴ ഡാമിലേക്കാണ് ഒഴുകുന്നത്, പതുക്കെ പതുക്കെ പതുക്കെ. ആ വെള്ളമാണ് പാലക്കാട് ജനങ്ങൾക്ക് കുടിക്കാൻ അടിച്ചു കയറ്റുന്നത്. എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. കേരളീയർ ഏറ്റവും ഉന്നതമായ പഠനമുള്ളവരാണ്, ഇച്ഛാശക്തിയുള്ളവരാണ്, ചിന്താശേഷിയുള്ളവരാണ്. പക്ഷെ മുറ്റത്ത് കിടക്കുന്ന ഭൂതത്തെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഘോരഘോരം മറ്റ് കാര്യങ്ങൾ പ്രസംഗിച്ചു പോകുന്നു. എന്തായാലും മനോജ് സാറ് ഇങ്ങനെ ഒരു വിഷയം ഈ ദിവസത്തിൽ എടുത്ത് കൊണ്ട് തന്നതിന് ഒത്തിരി നന്ദി. എനിക്ക് കിട്ടിയ എൻ്റെ അറിവുകളാണ് ഞാൻ അതിൽ കൂട്ടിവെച്ചത്. അതിൽ ദുഃഖത്തോടു കൂടി തന്നെയാണ് അത് കൂട്ടിവെച്ചത്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നന്ദി. താങ്ക് യു. യെസ് സാർ, സാറ് കൃത്യമായിട്ടാണ് പറഞ്ഞ ഈ ഹോസ്പിറ്റൽ മാലിന്യം എന്ന് പറയാം പലതരത്തിലുള്ള, അത് ശരിക്കും ഹസാഡസ ആണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാളും പറ്റിയ വേർഡുകൾ അതിന് ഉപയോഗിക്കണം. ശരിക്കും ഈ ഈ ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് ഒക്കെ ട്രീറ്റ് ചെയ്യാനും, പ്രത്യേകിച്ച് ഒരിക്കൽ യൂസ് ചെയ്തിട്ടുള്ള സിറിഞ്ചുകൾ അങ്ങനെയൊക്കെ അതൊക്കെ ട്രീറ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു സ്ഥലം പാലക്കാട് തന്നെ ഒരു സ്ഥലം ഉണ്ടല്ലോ സാർ. അത് ഈ മെഡിക്കൽ അസോസിയേഷൻ്റെ വകയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം പോലും മെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നെയുണ്ട്. IMA ഒരു സ്ഥലത്ത്, IMA എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഓർഗനൈസേഷനാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. പക്ഷേ എങ്കിലും സാറ് പറഞ്ഞ ഈ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്. പല ഹോസ്പിറ്റലുകളിലും പ്രത്യേകിച്ച് ഈ ലിക്വിഡ് വേസ്റ്റ് അവിടെ ഉപയോഗിക്കുന്ന മെഡിസിൻ അടക്കം അറിയാമല്ലോ. ഹോസ്പിറ്റലിലെ വേസ്റ്റ് എന്താണെന്ന് പ്രത്യേകിച്ചൊന്നും ആരോടും പറയണ്ട. അതൊരു വലിയ ത്രെട്ട് തന്നെയാണ്. ഈ കെമിക്കൽ വേസ്റ്റ് അതോടൊപ്പം തന്നെ അതിനേക്കാളും ഹൈലി പൊല്യൂട്ടഡ് ആണ് മെഡിക്കൽ വേസ്റ്റ്. സാർ അത് ആ പോയിന്റ് പറഞ്ഞതിന് പ്രത്യേകിച്ച് എൻ്റെ വകയായിട്ടൊരു നന്ദി പറയാം സാർ. താങ്ക് യു. യെസ് സാബു സാർ. അങ്ങനെയാണെങ്കിൽ സാബു സാറിന് സ്ക്രീൻ എന്തെങ്കിലും സാർ തിരക്കാണ്. സാർ യെസ്. അടുത്ത ആരാ നീ റോയ് സാർ. ഈ ഇൻഡിവിജ്വലായിട്ടും പോളിസി മേക്കേഴ്സിനും ഗവൺമെന്റ് ലെവലിലും എല്ലാം ഒരു നല്ല സെഷനാണ് സാറിന് എടുത്തത്. ഇത് കേൾക്കുന്നവർക്കും എല്ലാ വിധത്തിലും ചിന്തിക്കാനും ഭാവിയിൽ അതെങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊരു കൺക്ലൂഷൻ എടുക്കുന്നതിനും പറ്റിയ എല്ലാ പോയിന്റുകളും സാറിൻ്റെ ഭാഗം.
ഞാൻ ഇത് മനസ്സിലാക്കിയെടുത്തോളം ഈ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ഒരു സാധനമാണ് പ്ലാസ്റ്റിക്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഗ്രാൻഡ് മദറും പറ്റിയൊക്കെ വളരെ റെയറായിട്ട് ഒരു പ്ലാസ്റ്റിക് ഇത് കിട്ടിയാൽ അത് സൂക്ഷിച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാവരും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. പക്ഷെ ഇത് അന്ന് മുതലേ ഇതിനെക്കുറിച്ച് ഒരു ഇതുപോലെ വരുമെന്ന് ആരും ചിന്തിച്ചില്ല. ഇപ്പോഴിതിങ്ങനെ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇതിന് പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രം പോരാ, ഇതിനകത്ത് ഗവൺമെന്റൽ ഇൻട്രസ്റ്റുകൾ ഇതിനകത്ത് വന്നാൽ, ആത്മാർത്ഥമായിട്ട് വന്നാൽ മാത്രമേ ഇതിനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, പ്രൊഡക്ഷൻ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രൊഡക്ഷൻ. രണ്ട്, ഇത് മാനേജ് ചെയ്യുമ്പോൾ അതിന് ഗവൺമെന്റ് ലെവലിലാണെങ്കിലും അത് പ്രാക്ടീസ് ആക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ തന്നെ ഇവിടെ ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്, പ്ലാസ്റ്റിക്. അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ലെവലിൽ ആൾക്കാർ ഉണ്ട്. അവരും ഈ പറഞ്ഞതുപോലെ റെഗുലർ ആയിട്ടൊന്നും അവർ വരികയാവുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പണിഷ്മെന്റും മറ്റതും നിയമപരമായിട്ട് ഇപ്പൊ കാനഡയിലും ഒക്കെ ചെയ്തെന്ന് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് പോകുള്ളൂ. ഇത് ദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരവരുടെ ഭാഗത്തു നിന്ന് ക്ലീൻ ആക്കാനാണ് എല്ലാവരുടെയും ശ്രമം. അല്ലാണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പൊതുവെ ആരിലും ഇല്ല. പിന്നെ അഥവാ ഉണ്ടെങ്കിൽ അതൊരു ഷോയ്ക്കും പ്രോപ്പഗാൻഡയ്ക്കും വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ കാര്യം. പിന്നെ ചെറുതായിട്ടൊക്കെ കത്തിക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു ദോഷകരമായ ഒന്നാണ് എന്ന് പറയുന്നുവെങ്കിലും ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വീടുകളിൽ ചെയ്യാവുന്ന ഒരു പ്രാക്ടിക്കല് അന്നേരം ഉള്ളത് കത്തിക്കുക എന്ന് പറയുന്നത്. ഒരു പർച്ചേസിന് പോയാൽ ഈ പറയുന്ന ഏത് ഡീജനറേറ്റ് ചെയ്യുന്നതാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്ലാസ്റ്റിക്കുകളുടെ ഒരു ഭയങ്കരമായ, പിന്നെ ഞാൻ ചെറിയ ചില സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ കയ്യിലുള്ള സഞ്ചിയായിട്ട് പോകാം. അത് വേറൊന്നുകൊണ്ടുമല്ല, നമ്മുടെ ഇതിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനാണ്. അത് പൊതുവെ കോണ്ടാക്റ്റിലല്ല, നമ്മളുടെ കോമ്പൗണ്ടിൽ നിന്നും നമ്മളെ മറ്റുള്ള സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കുറക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്യാറുണ്ട്. എനിവേ, സാറിൻ്റെ ഈ ക്ലാസ് എന്ന് പറയുന്നത് വളരെയധികം ഇതിൽ കൂടുതൽ വിപുലീകരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് ഇതിൽ കൂടുതൽ ഡയറക്ഷൻസ് എങ്ങനെ കിട്ടാനില്ല എന്നതാണ് ഇതിന്റെ സത്യം. എല്ലാ കാര്യങ്ങളും. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ജോർജ് സാറിനെ കേൾക്കാം. താങ്ക് യു സർ. മനോജ് കുമാർ സർ, സാർ പ്രത്യേകം അഭിനന്ദനം, നന്ദി. കാരണം ഈ ദിവസത്തേക്ക് ഏറ്റവും യോഗ്യമായ ക്ലാസ്, അത് യാതൊരു സംശയമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. പക്ഷെ നിയമം നടപ്പിലാക്കുന്ന വിധത്തിൽ ഭയങ്കര ചോർച്ചയാണ്. സംഘടിത ശക്തികളും അധികാരമുള്ളവരും എല്ലാം മറികടക്കാനുള്ള വഴി അവർക്കുണ്ട്. പണത്തിന് മീതെ പരുന്ന് പറക്കൂല എന്ന് പറയുന്നത് സത്യമാണെന്ന് കാണണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ ഓരോന്ന് നോക്കിയാൽ മതി. കള്ള് കുടിച്ചാൽ ദോഷമാണെന്ന് പറയും, മുക്കില് കള്ള് ഷാപ്പ് കൊടുക്കും. ആർക്കാ നിയന്ത്രിക്കാൻ പറ്റുക? സർക്കാർ തന്നെ അത് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ? അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ്. കൊച്ചിയില് കൊതുകിനെ ഉന്മൂലനം ചെയ്യാം, ഈ വേസ്റ്റ് വെറുതെ ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് പല കമ്പനികളും വന്നിട്ടുണ്ടെന്ന് അവിടെ വാർത്തകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ ബിസിനസ് ഇതിന്റെ പുറകിലുണ്ടല്ലോ. പിന്നെ അതങ്ങനെ കൊടുക്കാൻ പറ്റുമോ? വെറുതെ കൊടുക്കാൻ പറ്റുമോ? കൊച്ചിയിൽ കൊതുക് തിരി മാത്രം വിറ്റ് എത്രയോ കോടികളുടെ വിൽപ്പന നടക്കുന്നു. പിന്നെ ഈ ജനം കടികൊണ്ട് എന്താ? അധികാരികൾ അത് കണ്ടാൽ കണ്ണു തുറക്കില്ല. സാധാരണ ജനങ്ങൾ ഇപ്പൊ നമ്മൾ ഈ വേദിയിൽ തന്നെ സാറ് പറഞ്ഞ എത്രയോ കാര്യങ്ങൾ, ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഇതിനേക്കാൾ വലിയ പദവിയിലും സ്ഥാനത്തുമൊക്കെ ഇരുന്നിട്ട് അവരിതാരും അറിയാഞ്ഞിട്ടൊന്നുമല്ല, കണ്ണടയ്ക്കും. ഇപ്പൊ പ്ലാസ്റ്റിക് അത് ഉൽപാദനം തന്നെ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളത് ഈ കാര്യത്തിൽ അത്യാവശ്യം. അവിടെ നിയന്ത്രിക്കാതെ എന്നിട്ട് എന്താ, ഞാൻ പലപ്പോഴും കടക്കാര് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനിത് വേണ്ട, എൻ്റെ വണ്ടിയിലേക്ക് വെച്ചോളാം എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വരും. പക്ഷെ അവർക്കൊരു മടിയില്ല ഇത് എടുത്തു തരാൻ. നിരോധിച്ച് ഇത്ര മൈക്രോണി കുറഞ്ഞതൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞു എന്ന് കോടതി പറഞ്ഞില്ലേ, പെനാൽറ്റി.
അതൊക്കെ വന്നാലുണ്ട്, പക്ഷെ വരില്ല. അവർക്ക് നല്ല ഉറപ്പാ. അവരുടെ ആ കൗണ്ടറിൽ തന്നെ അവരത് സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട്. അത് വിൽപ്പന നടത്താൻ അവർക്ക് ഒരു വിഷമമില്ല. അപ്പൊ എന്ത് എല്ലാം മറികടക്കാൻ ഇവരുടെ ആ സംഘടനാ ശക്തിക്കൊക്കെ കഴിയും. അധികാരികൾ അതിന് കൂട്ടുനിൽക്കുന്നവര്, അതിന് പിന്നിലൊക്കെ ഇതിനാണ് സാധ്യത എന്നാ തോന്നുന്നത്. ഏതായാലും ജനങ്ങൾ പിന്നെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അത്രമാത്രം ഉയർന്നവരാണെങ്കിൽ പിന്നെ അവർക്ക് അനുയോജ്യമായ ഭരണ സംവിധാനം വരുന്നതെന്ന് പറയുമല്ലോ. അപ്പോൾ ഭരണാധികാരികൾക്ക് വലിയ അണികളുണ്ടാവും. അതിന് ന്യായീകരിക്കുന്നവരാണ് പിന്നെ മുഴുവൻ ന്യായീകരിക്കേണ്ടവരാണ്. അല്ല എങ്കിൽ ഈ കാര്യത്തിൽ നിന്നൊരു മോചനം സർക്കാർ എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾ ഇനി കള്ളു കുടിക്കില്ല. എത്ര കള്ളു ഷാപ്പുകൾ പൂട്ടിപ്പോയതിന്. അതുപോലെ ഇനി പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ എത്ര കമ്പനികൾ ഇത് ഉൽപ്പാദിപ്പിക്കണമെന്ന് വെച്ചാൽ. അങ്ങനെ ഒരു അവയർനെസ് ജനങ്ങൾക്ക് ഉണ്ടാവുകയും എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്താൽ ഈ ഭരണാധികാരികളും തിരുത്തപ്പെടും. രണ്ട് വഴിയാണ് ഏറ്റവും മോചന മാർഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നുകിൽ ഉറവിടം, സാറ് പറഞ്ഞല്ലോ, റെഡ്യൂസ്, റിഫ്യൂസ്, റീയൂസ് ആൻഡ് റീപർപ്പസ്. അതിന് രണ്ടുപേരായത്, ഒന്ന് കസ്റ്റമേഴ്സും ഒന്ന് അധികാരികളും. ഉൽപാദകരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എന്ത് വേണേലും ഉൽപ്പാദിപ്പിക്കും. ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ പ്രൊഡക്റ്റിലേക്ക് പോക്കോളും എന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. എത്ര അഭിപ്രായം പറഞ്ഞാലും മാറ്റങ്ങൾ കാണുന്നില്ല അല്ലേ ജോർജ് സാറേ? ഉണ്ടാവില്ല. നമ്മളിങ്ങനെ പറഞ്ഞ് നെടുവീർപ്പിട്ട് കഴിഞ്ഞു പോകും. അടുത്ത ദിവസം വേറെ ആചരിക്കും പോകും. എല്ലാ ജൂൺ 5-നും ഇതെല്ലാം നമ്മൾ പറയും. പക്ഷെ ഈ പറയുന്ന ചേഞ്ചസ് ഒന്നും പ്രകടമായ രീതിയിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വേറെ ക്ഷമ സിംഗ് പറഞ്ഞ ഒരു കാര്യം പത്രത്തിൽ കണ്ടില്ല. 100 കോടി രൂപ അയാൾ ഇരുന്നപ്പോ ഈ അവയർനെസ് പ്രോഗ്രാം കൊണ്ട് എക്സൈസ് വാങ്ങിച്ചു. എന്നിട്ട് എന്തിന് അതിനകത്ത് ആ 100 കോടി ചെലവഴിക്കുന്നതിൽ വല്ല ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഈ പരിപാടി നേരെ മറിച്ച് ചെയ്തുകൂടെ? ഓക്കെ, അത് ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. താങ്ക്സ് സാർ, സോറി. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഈ പറഞ്ഞതുപോലെ ഇന്ന് സ്പെസിഫിക് ആയിട്ട് ഒരു ഡേയിൽ നമ്മൾ പറയാവുന്ന ഒരു വിഷയമല്ല. എല്ലാ ദിവസവും നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ബോധവാന്മാരാകുകയും ഒക്കെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ പ്ലാസ്റ്റിക്കിന്റെ പൊല്യൂഷനെ നമ്മൾ എങ്ങനെ നിർത്തലാക്കാം, എങ്ങനെ അതിനെ തടയാം എന്നതിനെ കുറിച്ചൊക്കെ. ഇപ്പൊ മനോജ് കുമാർ സാറ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഏരിയാസും പറഞ്ഞ പോലെയും, റോയ് സാർ പറഞ്ഞതുപോലെയും, ജോർജ് സാർ പറഞ്ഞ പോലെ, അതുപോലെ ഉൽഹനൻ സാർ പറഞ്ഞ പോലെയൊക്കെ ഇതിലും ഇനി ഒരു ഏരിയയും ടച്ച് ചെയ്യാനില്ല. ശരിക്കും നമുക്ക് അറിയാം സിസ്റ്റം എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന്. നമുക്ക് അസസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചായിരിക്കും കുറച്ചുകൂടി ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയുക. അറിയാം ആമേഴഞ്ചൻ തോടില് ഉണ്ടായ ഒരു അപകടത്തെ കുറിച്ച്. പക്ഷെ അതൊക്കെ വന്നെങ്കിലും ഗവൺമെന്റ് തലത്തിലൊക്കെ ഒരുപാട് ചർച്ചകളും ഒരുപാട് വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയ സംഭവമാണത്. സാധാരണക്കാരനായ ഒരു തൊഴിലാളി തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ ബോഡി എടുക്കാനായിട്ട് ശ്രമിച്ച അവർക്ക് 40 ടൺ മാലിന്യം നീക്കിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ബോഡിയിലേക്ക് എത്തിച്ചേരാൻ പോലും കഴിഞ്ഞത്, ഡെഡ് ബോഡിയിലേക്ക്. അതിന്റെ ചുറ്റുപാടും 40 ടൺ മാലിന്യങ്ങൾ മാറ്റിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ബോഡി അവിടുന്ന് എടുക്കാനായിട്ട് സാധിച്ചത്. അത് ഇതിന്റെ ഭീകരത എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയാസിലൂടെയും ഒക്കെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എത്രമാത്രം, പക്ഷെ എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരാൾക്ക് പോലും ഒരു മാറ്റം ഉണ്ടായി എന്ന് നമുക്ക് പറയാനേ പറ്റുന്നില്ല. സിസ്റ്റം ഒരു ഭാഗം മാത്രമാണ്. അറിയാം, നമുക്ക് ഞാനാണെങ്കിലും ഇപ്പൊ കോയമ്പത്തൂർ താമസിക്കുന്നത്, ഞാൻ കേരളത്തിൽ പോകുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ പോകുമ്പോൾ ഈ വേസ്റ്റ് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും രാവിലെ പാട്ടും പാടിക്കൊണ്ട് ഒരു വണ്ടി വരും. അതിനകത്ത് മുല്ലപ്പൂ ചൂടിയ പൂപ്പിയോളം ഇട്ട ചേച്ചിമാരുണ്ടാവും, മനോഹരമായിട്ട് ചിരിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ പാട്ട് കേട്ടാണ് നമുക്ക് നമ്മുടെ വേസ്റ്റ് അവര് കളക്ട് ചെയ്യാനായിട്ട് വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക്. കാരണം നമ്മുടെ വീട്ടിലോ ചുറ്റുപാടുകളോ ഒന്നും ഒരു വേസ്റ്റും ഇല്ല. എല്ലാ ദിവസവും അത് നീറ്റായിരിക്കും. പ്രത്യേകിച്ച് അതിന് ഫീസൊന്നും അവരെ ഈടാക്കുന്നില്ല. ദീപാവലി വർഷത്തിലൊരിക്കൽ വരുന്ന ദീപാവലിക്ക് അവർക്ക് പടക്കം വാങ്ങിക്കാൻ എന്തെങ്കിലും ഒരു 100 രൂപ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വലിയ സന്തോഷമായിരിക്കും. അതാണ് ഇവിടെ ഈടാക്കുന്ന ഒരേ ഒരു ഫീസ് അതിന്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ സാറാണേലും ഒരുപാട് രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞു. അതിനകത്ത് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം ഗുജറാത്തിൽ സൂറത്ത് എന്ന ഒരു സ്ഥലത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അവിടെ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കും സാധിക്കും എന്നുള്ളതല്ലേ ഏറ്റവും തെളിവ്. ലിറ്ററലി ഹൈ ആണ്, കൾച്ചറലി ഹൈ ആണ് കേരളം.
പക്ഷെ നമുക്ക് എവിടെ നോക്കിയാലും മാലിന്യ കൂമ്പാരങ്ങൾ കാണാനായിട്ട് കഴിയും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഡീമറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ വീടുകളിൽ നമുക്ക് പർച്ചേസിന് പോകുമ്പോഴാണേലും നമുക്ക് പണ്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നില്ലേ തുണിസഞ്ചികളൊക്കെ, അതുപോലെ നമുക്ക് സഞ്ചികൾ ഒരെണ്ണം 1, 2, 3 ഒക്കെ ബാഗിലോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ. അപ്പൊ ചെയ്യാറുണ്ട്, നമുക്കത് തീർച്ചയായിട്ടും നമുക്കത് വലിയൊരു സന്തോഷം ഇവിടെ വന്നു കഴിയുമ്പോൾ. പ്ലാസ്റ്റിക് ഒന്നും ഇന്ന് കിട്ടിയില്ലല്ലോ, വാങ്ങിച്ചതില് ഒന്നും ഇല്ലല്ലോ, ഇത് ഇനി ഡിസ്പോസ് ചെയ്യാൻ നമുക്ക് പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് വലിയൊരു സന്തോഷം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. സാർ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇനി ഒന്നും ഈ ഏരിയയിൽ ടച്ച് ചെയ്യാനില്ല. അത്രയധികം സാർ ഇത് ഹോംവർക്ക് ചെയ്തിട്ട് ആണ് ഓരോ ഏരിയാസും സാർ ഇത് വളരെ വിശദമായിട്ടും ലളിതമായിട്ടും സാർ അത് ക്ലാസ് നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇന്ററാക്ട് ചെയ്തത്. സാറിന്റെ ഓരോ സെഷൻസും വളരെയധികം എത്രത്തോളം മികച്ചതാവുന്നു നമുക്ക് പറയാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. അതിനകത്തൊരു ഒരു മാസ്മരികത തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പാകത്തിന് നമ്മളെ ബോധവൽക്കരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നല്ലൊരു ഒരു പ്രസന്റേഷൻ സ്റ്റൈലാണ് സാറിനുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് ഞാൻ ഒരുപാട് എല്ലാവർക്കും നന്ദി പറയുന്നു, സന്തോഷിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി പെരുന്നാളിന്റെ ആശംസകൾ എല്ലാവർക്കും നൽകുന്നു. താങ്ക് യു സാർ, താങ്ക് യു മനോജ് കുമാർ സാർ, താങ്ക് യു സാർ, താങ്ക് യു. താങ്ക് യു മാം. തീർച്ചയായിട്ടും കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്ന കടകൾ ഇപ്പോൾ വളരെയധികം കൂടിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. എനിക്ക് തോന്നുന്നു ലോക്കൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കടകൾക്കാണ് പ്രശ്നം. അവര് പ്ലാസ്റ്റിക് കൂടൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണെങ്കിലും പലപ്പോഴും അത് തരുന്നു. പക്ഷെ അത് പ്ലാസ്റ്റിക് കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് അതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വലിയ വലിയ കടകൾ എല്ലാം തന്നെ ഇപ്പോൾ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതൊന്നും കൂടെ എൻഫോഴ്സ് ചെയ്താൽ തീർച്ചയായിട്ടും ആദ്യം ഒരു ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കൂട് പിടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ 5000 10,000 രൂപയൊക്കെ പിഴ കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ചില പ്രോസസ്സുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടാൽ അത് ഈ പ്ലാസ്റ്റിക് സാറ് പറഞ്ഞ പോലെ ഇതൊരിക്കലും നശിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതൊക്കെ മറ്റൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണ്, മൈക്രോ തരത്തിലുള്ള ബൈ പ്രോഡക്റ്റുകളായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. പക്ഷെ എത്ര മനോഹരമായ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇങ്ങനൊരു പ്രോഡക്റ്റ് ലോകത്തിലുണ്ടോ അല്ലെ? എത്ര ഭംഗിയാണ്, എത്ര കൃത്യമാണ്. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ഫുഡിൻ്റെതാണെങ്കിലും ഇത് കവർ ചെയ്ത് വരുന്നതല്ല ഈ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, അതല്ലാതെ വേറെ എന്തൊരു ഓപ്ഷൻ. അപ്പൊ അത്രമാത്രം യൂസർ ഫ്രണ്ട്ലി ആണ്, അത്രമാത്രം എറിഞ്ഞു കളയാൻ സുഖമാണ്. ഇതൊക്കെ ഇതിന് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇവിടെയാണ് അതിൻ്റെ അകത്തുള്ള ഒരു റിസ്ക് ഫാക്ടർ. അപ്പൊ ആ റിസ്ക് എടുക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് മനോകുമാർ സാർ തന്ന നിർദ്ദേശം. പക്ഷെ അതിനുള്ള വഴികളും അതിന്റെ അത് വിജയിച്ച ആളുകളെ കുറിച്ചും സ്ഥലങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പോസിബിലിറ്റീസ് ആണ്. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും? പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് സാറ്, ഇപ്പൊ ശരിക്കും പറഞ്ഞ ശബരിമലയിലൊക്കെ പ്ലാസ്റ്റിക് നിരോധിച്ച ഏരിയയാണ്. വലിയ ബുദ്ധിമുട്ടിയ ആൾക്കാർ അതിനകത്ത് കയറുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള എന്തോ ഒരു വലിയൊരു വിഷമം. പിന്നെ ഞാൻ വേറൊരു കാര്യം കണ്ടത് ഊട്ടിയിൽ പോയപ്പോഴാണ്. ഊട്ടിയിലും പ്ലാസ്റ്റിക് നിരോധിത മേഖലയാട്ടോ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സാധാരണ തമിഴ്നാട് വണ്ടി വേറെ ഏത് രജിസ്ട്രേഷൻ വണ്ടി പോയാലും അവരത്ര കീനായിട്ട് അത് ഒബ്സർവ് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. പക്ഷെ കേരള രജിസ്ട്രേഷൻ വണ്ടി പോയാൽ അവരത് അരിച്ചു പെറുക്കിയിട്ട് ഓരോ വണ്ടികളെ കടത്തി വിടുകയുള്ളൂ. ഇവർക്ക് എങ്ങനെ അതൊരു ടെൻഡൻസി കൂടുതലുണ്ടെന്ന് തോന്നണം നമുക്ക് കേരളത്തിലുള്ളവർക്ക്. ഈ പ്ലാസ്റ്റിക് വിവരം കൂടുതലല്ലേ, വിവരം കൂടുതലുള്ള മനുഷ്യരല്ലേ. അതെ. അപ്പൊ കൾച്ചറലി ഹൈ ആണ്, ലിറ്ററലി ഹൈ ആണ്. അപ്പൊ ഇവർക്ക് അറിയാം. കേരള വണ്ടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയിട്ടുണ്ട്, കേരള രജിസ്ട്രേഷൻ വണ്ടിയല്ലേ പോകാറ്. അപ്പൊ അവര് പിടിച്ചു നിർത്തി എല്ലാം അരിച്ചു പെറുക്കിയിട്ടാണ് വിടുകയുള്ളൂ. നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. എങ്കിൽ കൂടി അവർക്ക് അതൊരു ഞാൻ കണ്ടിട്ടുണ്ട്. നീണ്ട നിരയാണ് കേരള വണ്ടികളുടെ കാണാറ് ബോർഡറിൽ. താങ്ക് യു സാർ, ദാറ്റ്സ് ഓൾ. ഇങ്ങനെ നമ്മുടെ മാം വന്നിട്ടുണ്ട്, എന്താ പെരുന്നാളും ഒക്കെ ആയിട്ട്. തന്നോളൂ. ബിരിയാണി ഞങ്ങള് പെരുന്നാൾ ആശംസകൾ പറഞ്ഞു മടുത്തു. എനിക്ക് മനസ്സിലായി ഇത് ആരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. പെരുന്നാൾ ആശംസ പറഞ്ഞു കൊന്നു എല്ലാരും കൂടെ. എന്തായാലും എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇന്ന് സാറിന്റെ ക്ലാസ് ആണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഉലഹന്നാൻ സാറിന്റെ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അപ്പൊ അതിൻ്റെതായ ഒരു പോരായ്മയുണ്ട്. ആ ക്ലാസ് ഞങ്ങൾ തീർച്ചയായിട്ടും കാണും. അതിന് മറുപടി ഉലഹന്നാൻ സാർ അതിന്റെ ഡൗട്ട്സുകൾ ക്ലിയർ തരേണ്ടിയും വരും. അപ്പോ അതവിടെ നിൽക്കട്ടെ. മനോജ് സാറേ, ഗുഡ് ഈവനിങ്. സാബു സാർ, എല്ലാവർക്കും
പിന്നെ ഇത് പ്ലാസ്റ്റിക്കിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു ലോകം നമുക്ക് പറ്റത്തില്ല. നമ്മളിപ്പം അണിഞ്ഞിരിക്കുന്ന കണ്ണടയിൽ പോലും പ്ലാസ്റ്റിക് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. കയ്യിലിരിക്കുന്ന പെന്നാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെതാണ്. അല്ല സാർ, മൊബൈൽ ഉപയോഗിച്ചിരിക്കുന്നതും പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ നിന്ന് ഒരു മോചനം ഒരിക്കലും ഇല്ല. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു 1900-ന്റെ ആരംഭത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ഈ പ്ലാസ്റ്റിക്കിന്റെ കണ്ടുപിടുത്തം നടന്നത്, അല്ലേ സർ? ഒരു ബെൽജിയം കെമിസ്റ്റ് ആണ് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചതെന്ന് ഞാനിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ആളുടെ പേര് ശരിക്കും ഓർക്കുന്നില്ല. അപ്പൊ പ്ലാസ്റ്റിക് കണ്ടുപിടിക്കുമ്പോൾ അദ്ദേഹം ഓർത്തില്ല ഇത്രയും വലിയൊരു പിന്നെ സാധനമാണ് ഞാൻ ഈ ലോകത്തിനായിട്ട് സമർപ്പിക്കുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞു കാണത്തില്ല. പിന്നെ അതെന്തായാലും അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അത് ഉപയോഗിക്കുന്ന നമ്മളുടെ തെറ്റുകൊണ്ട് ആണ് നമ്മൾ അതിനെ ദോഷം പറയുന്നത്. എന്തായാലും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വളരെ അതിന്റെ എല്ലാ സൈഡും സാറ് പിന്നെ ഒരു ഏരിയ, ഞാൻ 1-2 ഏരിയ സാറ് പറയുമ്പോ അത് എനിക്ക് പറയാൻ വേണ്ടി, ചോദിക്കാൻ വേണ്ടി ഞാൻ വെച്ചിരുന്ന കുറച്ച് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അവസാനമൊക്കെ സാർ അവിടെയും കയറി ടച്ച് ചെയ്തു. അപ്പൊ പിന്നെ ഒന്നും തന്നെ ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് സാറ് നമ്മളെ കൊണ്ടുപോയി. അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ കംപ്ലീറ്റ് കാര്യവും സാറ് പറഞ്ഞു തന്നു. അതിലെ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ പ്രയോജനമാണ്, അത് യൂണിവേഴ്സൽ ആയിട്ട് അത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സാറേ. ചിലപ്പോഴൊക്കെ ഈ പ്ലാസ്റ്റിക് കവർ ഈ വെളിയിൽ കിടന്നിട്ടേ പൊടിഞ്ഞു കിടക്കുന്നത് കാണാം. അപ്പൊ 100 വർഷത്തോളം ആയെങ്കിലേ ഇതിന് ഒരു ഡീഗ്രഡേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും കാണുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി അത് പൊടിയൊന്നും ഉണ്ടാവാം, പക്ഷെ അത് മണ്ണിലൊന്നും ലയിച്ച് ചേരുന്നില്ല. അത് വേറെ ആയിട്ട് തന്നെ അത് കിടക്കുമായിരിക്കും. പിന്നെ അതുപോലെ ഒരു മൈക്രോ തലത്തിലേക്ക് പോകുന്നുള്ളൂ, എങ്കിലും ആ മെറ്റീരിയൽ അവിടെ ഉണ്ടാവും. അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതിന്റെ ചെറിയ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് അത് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അത് നമ്മളിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. ബൂമറാങ് പോലെ നമ്മൾ അറിയുന്നില്ല. ഈ സാധനം എല്ലാം തിരിച്ച് നമുക്ക് തന്നെയാ വരുന്നത്, അല്ലേ സർ? അതുപോലെ വെള്ളത്തിലൂടെയാണെങ്കിലും ഒക്കെ അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു ദിവസം പത്രത്തിലുണ്ടായിരുന്നു, മറ്റേ ഒരു പശുവിനെ സുഖമില്ലായിരുന്നിട്ട്, ആനയായിരുന്നു തോന്നുന്നു, അതിനെ ഓപ്പറേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്ന് എത്രയോ കിലോ പ്ലാസ്റ്റിക് ആണ് അതിന്റെ ശരീരത്തിൽ നിന്ന് എടുത്തത്. അത് അപ്പൊ നമ്മള് ഈ മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ഒക്കെ ഒത്തിരി പ്ലാസ്റ്റിക് നമ്മളായിട്ടാണ്, മനുഷ്യനാണ് ഈ പ്ലാസ്റ്റിക് ഇത്രയും ദുരുപയോഗം ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതുപോലെ ഞാനൊരു ആലുവയിൽ കുറച്ചുനാൾ താമസിച്ചിരുന്നു സാറേ. പ്രധാനമായിട്ടും അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോരാൻ കാരണം തന്നെ ഇതൊരൊറ്റ കാര്യമാണ്. ഈ വേസ്റ്റ് ഡിസ്പോസൽ അവിടെ ഒട്ടും നടക്കാത്ത ഒരു സ്ഥലമാണ്. നമ്മുടെ ഇവിടെ പഞ്ചായത്താണ് ഞാനിപ്പോ താമസിക്കുന്ന സ്ഥലം. പക്ഷെ കൃത്യമായിട്ട് എല്ലാ മാസവും പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം ഞങ്ങൾ കഴുകി, അതുപോലെ ഇന്നലെയാണ് ഞാൻ ആ പ്ലാസ്റ്റിക് എല്ലാം ഒന്നുകൂടെ ഞങ്ങൾ ഉണക്കും. കാരണം ഇവര് വരുമ്പോ അവര് കുറച്ച് വെയിറ്റ് ഓരോ കിറ്റിലും തോന്നിയാൽ അവരെടുക്കത്തില്ല, ഈർപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടേ. അപ്പൊ അതെല്ലാം നമ്മൾ ഈ പിന്നെ മറ്റുള്ള സാധനങ്ങൾ ഉണക്കുന്നത് പോലെ ഈ പ്ലാസ്റ്റിക് കവറുകളെല്ലാം ഞങ്ങൾ ഉണക്കി, അതുപോലെ ബോട്ടിലുകൾ വെള്ളം മേടിക്കുന്ന അതെല്ലാം അവരെടുക്കും. എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാത്തത് കൊണ്ട് ഈ ടൗണിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കരമായ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്, ഈ വേസ്റ്റ് ഇങ്ങനെ ചെതറി കിടക്കുന്നത്. പിന്നെ ഇപ്പൊ ഒരു കണ്ടുപിടുത്തം നടക്കുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. ഈ റീസൈക്ലിംഗ് നടത്തി അതിൽ നിന്ന് കെമിക്കൽസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം, സൺലൈറ്റിന്റെ പ്രസൻസിൽ തന്നെ കെമിക്കൽസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് ഞാൻ ഒരിക്കൽ എവിടെയോ വായിച്ചതുപോലെ എനിക്ക് തോന്നി സാറേ. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പെട്രോളിയം സാർ, ഇതൊരു പെട്രോളിയം ഉൽപ്പന്നമാണെന്ന് പറഞ്ഞ് ഒരിക്കൽ ഞങ്ങൾ ക്ലാസ്സിലൊക്കെ ഈ പ്ലാസ്റ്റിക് നിരോധന ദിവസം പറഞ്ഞിട്ടുണ്ട്. ഈ ബോട്ടിലുകൾ ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന, അത് പെട്രോളിന്റെ ഒരു ഉൽപ്പന്നമാണ്. അതുകൊണ്ട് അതിൽ വെള്ളം, നമ്മൾ കുടിവെള്ളം കൊണ്ടുപോകുമല്ലോ, അതങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ യാത്രയിൽ ഞാൻ കണ്ടത് പ്ലാസ്റ്റിക് കവറിൽ ചായ മേടിക്കുന്ന തമിഴ്നാടിനെ കാണേണ്ടി വന്നു. പിന്നെ അവിടെ ചെന്നൈയില് റെയിൽവേ സ്റ്റേഷനിൽ നിസ്സാരമായിട്ട് നമ്മൾ കവർ പാല് കൊണ്ടുപോകുന്ന പോലെ ചൂട് ചായ കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ, നമ്മളല്ല കുടിക്കുന്നെങ്കിൽ പോലും അത് കണ്ടപ്പം വിഷമം തോന്നി സാറേ. മനോജ് സാറേ, ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ, ഒന്ന് പ്ലേ ചെയ്യാമോ? ഓക്കെ സാർ. ശീലമോൻ പറഞ്ഞോളൂ.
വാട്സപ്പിൽ വാട്സപ്പ്. പിന്നെ ഗ്രീൻ പെട്രോളിയത്തെ കുറിച്ച് അല്ലേ സാറേ, ഗ്രീൻ പെട്രോളിയം അതിനൊരു ക്ലാസ് നമ്മുടെ ഇതിലുണ്ടായിരുന്ന ഒരു ക്ലാസ്, മറ്റേ നമ്മുടെ കേണൽ സാറ് ക്ലാസ് എടുത്തായിരുന്നു. കേണലല്ല, വൈസ് അഡ്മിറൽ. വൈസ് അഡ്മിറൽ അല്ലേ? ഞങ്ങളാ ക്ലാസ്സിൽ കയറാറില്ല, കാരണം പുള്ളി ഡൗട്ട് ചോദിക്കുകയോ നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയോ പുള്ളിക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതി ഞങ്ങൾ അതാണ് അതേ ക്ലാസ്സിൽ. സാറ് അങ്ങനെയൊന്നും ചോദിക്കാറേ ഇല്ല, കൃത്യമായിട്ട് ക്ലാസ് എടുക്കും. അവസാനം ആരുടെ ചോദ്യം ഈ മനോജ് സാർ ചോദിക്കുന്ന പോലെ ചോദ്യം ചോദിക്കത്തില്ല. അല്ല അല്ല സാറ് ചിലപ്പോഴേ ഞങ്ങളെ കണ്ടു കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ എന്ന് ഓർത്തിട്ട് ഞാൻ വിചാരിക്കും വേണ്ട അല്ല, കേറാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാതെ നല്ല ഇംഗ്ലീഷാണ്, വളരെ നല്ല സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷാണ്. നമുക്കത് മനസ്സിലാവും. പിന്നെ പിന്നെ അതുപോലെ തന്നെ സാറേ നമ്മുടെ ബിരിയാണി റൈസ് ഇടക്കാലത്ത് പറയുന്നുണ്ടായിരുന്നു, മറ്റേ നീളമുള്ള അരി, അത് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ സംഭവം കൂടെ ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അത്തരം ബിരിയാണി കഴിക്കലൊക്കെ നിർത്തിയായിരുന്നു. എന്തായാലും 3 hours നമുക്ക് പിന്നെ പിന്തുടരേണ്ടി വരും എന്നാണ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻഡേർഡിനെക്കാളും കുറച്ചുകൂടെ പിന്നെ ഉയർന്ന തലത്തിലുള്ള ക്ലാസ് ആയിരുന്നു. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തോന്നുന്നു സ്നേഹത മാം, മാത്യു സാർ, ജോർജ് തോമസ്, ആർക്കെങ്കിലും ഷെയർ ചെയ്യണ്ടേ പറയാം. ലാസ്റ്റ് പോർഷനായിട്ട് എനിക്ക് തോന്നുന്നു മനോജ് സാർ ഒരു വീഡിയോ കൂടെ കാണിക്കും. ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടു പോകും. മിഡ്വേ എന്ന് പറയുന്ന ഒരു ഐലൻഡിന്റെ പക്ഷികൾ മാത്രമേ ഉള്ളൂ അവിടെ, മനുഷ്യരില്ല അവിടെ. മനുഷ്യരെ കാണാത്ത പക്ഷികളാണ്, പക്ഷെ അവര് ഇന്ന് നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ അത് കാണാം, ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, അത്ര ടച്ചിങ് ആയിട്ടുള്ള വീഡിയോ. മനോജ് സാറെ എടുക്കാമോ? കാണാവോ? കാണാം സാർ, ഞാനതൊന്ന് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ട് സാർ, ഒരു സെക്കൻഡ്. ശരി. അത് പരസ്യം സാർ, അത് സ്കിപ്പ് ചെയ്താൽ മതി. പ്ലേ ചെയ്ത് സ്കിപ്പ് ചെയ്താൽ. യെസ് സാർ. Invest smart for a better tomorrow. കാണാമല്ലോ സാറേ, അല്ലേ സാറേ? കാണാം. Realities of our time, and allow ourselves to feel deeply enough that it transforms us and our future. Come with me on a journey through the eye of beauty. Cross an ocean of grief. And beyond.
Explaining complex topics can be challenging. You want to simplify and let Grammarly rewrite it. സാർ ആ Grammarly makes വീഡിയോ it ഓഫ് ചെയ്തില്ല, വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്തു. ഇവിടെ പക്ഷികൾ മാത്രമുള്ള ഒരു ഐലൻഡാണ് മിഡ്വേ എന്ന് പറയും. അവിടുത്തെ പക്ഷികളുടെ അവസ്ഥയാണ് ഇപ്പോൾ അത് കാണിക്കുന്നത്. എത്ര ഭീകരമല്ലേ. അവിടെ മനുഷ്യവാസമില്ല, എന്നിട്ടും അവരുടെ കുട്ടികളുടെ ഇടയ്ക്ക് ആ പക്ഷികളുടെ വയറ്റിനകത്ത് പോലും പ്ലാസ്റ്റിക് അടപ്പുകളും ഈവൻ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ചെറിയ PCB ചിപ്പുകൾ വരെ അതിന്റെ വയറ്റിൽ നിന്ന് കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ എത്രയോ അകലെയാ അല്ലെ. മിഡ്വേ ആണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിനും അമേരിക്കയ്ക്കും ഇടയിലുള്ള മിഡ്വേയിലുള്ള ഒരു ഏരിയയാണ് പസഫിക് സമുദ്രത്തിൽ. ഒരു ഭയാനകരമായിരിക്കുന്നല്ലേ നമ്മുടെ കണ്ടിട്ട് തന്നെ എന്തെല്ലാം എല്ലാം അല്ലേ, കണ്ടിട്ട് തന്നെ ഒരു ശരിക്കും പ്രത്യേക വിഷമം തോന്നുന്നു സാറേ അത് കണ്ടിട്ട്. അതെ. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയാവുന്ന സാറേ, എനിക്ക് തോന്നുന്നു ഈ വേസ്റ്റ് പ്ലാസ്റ്റിക്കിന് നല്ല പിന്നെ ഈ പൈസ കൊടുക്കുക, തിരിച്ചു കൊടുക്കുന്നവർക്കേ അത് കുറച്ച് നഷ്ടം വന്നിട്ടാണെങ്കിലും സർക്കാരുകൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ഒട്ടും തന്നെ കളയാതെ കൊണ്ട് ഏൽപ്പിക്കുമായിരുന്നു. എന്നാൽ അത് മാത്രമേ ഉള്ളൂ നോക്കിയിട്ട്. അതുപോലെ തന്നെ ഷിലാമോ, ഞാൻ നേരത്തെ പറയും ഇപ്പൊ ഈ 460 മില്യൺസ് ടൺസ് ഒരു പെർ ഇയർ ഈ അതെ പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ശരിക്കും നമ്മളത് റീയൂസ് ചെയ്യാൻ വേണ്ടി റീസൈക്ലിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്, റീസൈക്കിൾ ചെയ്യാം. പക്ഷെ ആ റീസൈക്ലിങ്ങിനാണ് കുറവ് വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് എന്തായാലും നമുക്ക് പ്രൊഡക്ഷൻ നിർത്താൻ പറ്റത്തില്ല. പ്ലാസ്റ്റിക് നമ്മുടെ എല്ലാ കാര്യത്തിലും ആവശ്യമാണ്, മാം പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. പക്ഷേ ഇപ്പം അതുപോലെ ഇത് എത്രമാത്രം ഇത് റീസൈക്കിൾ ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യണം. റീസൈക്കിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉപയോഗം പിന്നെ വീണ്ടും പലതിലേക്ക് വരും. അപ്പോൾ ഈ ടോട്ടലി ഉള്ള പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ റീസൈക്ലിങ് റീയൂസിങ് ചെയ്യുമ്പോൾ ഇത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ വലിയ മാസീവ് ക്വാണ്ടിറ്റി നമുക്ക് കുറയ്ക്കാം പല കാര്യത്തിലും. അതെ. അപ്പോൾ അതേ ഉള്ളൊരു മാർഗം. അപ്പം വി നീഡ് ടു ഇൻക്രീസ് ദി റീസൈക്ലിംഗ് ആൻഡ് റീയൂസ് പർപ്പസസ്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്ന്. അതുപോലെ പല മാർഗങ്ങളുണ്ട്. അപ്പം ഇത് ഒരിക്കലും നമുക്ക് അതിൻ്റെ പല മെഷേഴ്സ് ഉണ്ട്. ഒന്ന് അതാണ് ഏറ്റവും എത്രയും കുറച്ച് ഇപ്പം നമ്മൾ തന്നെ വീടുകളിലൊക്കെ എത്രയും കുറച്ച് ഇതിൻ്റെ ഉപയോഗം ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പം സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനൊക്കെ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ആയിട്ടുണ്ട്. ഇപ്പം തുണി സഞ്ചിയിൽ കൊണ്ടുപോവുക, കണ്ടവാനം ഒഴിവപ്പം മോളുകളിലൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലുലു സെൻറ്ററോ അങ്ങനെയുള്ള മോളുകളിലൊക്കെ പോകണമെങ്കിലും തുണിസഞ്ചി നമുക്ക് വാങ്ങാം, നമുക്ക് കൊണ്ടുപോകാം. പിന്നെ അവിടെ അത് ബാൻ ചെയ്തില്ല. ഇപ്പോൾ അവിടുത്തെ ലുലു സെൻറ്ററുകളിലൊന്നും തന്നെ ഇതില്ല, PVC പോളിത്തീൻ ബാഗ്സുകൾ അവർ ഉപയോഗിക്കാറില്ല. അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ഇറ്റ്. യെസ്. പിന്നെ നമ്മളാണെങ്കിലും കടകളിൽ നിന്നൊക്കെ കഴിവതും പ്ലാസ്റ്റിക് വേണ്ടെന്ന് പറഞ്ഞിട്ട് കിറ്റുകളൊന്നും മേടിക്കാറില്ലല്ലോ ഇപ്പൊ. ഇവിടെ ഞങ്ങളെ നാട്ടിൻപുറത്തൊക്കെ പേപ്പറിൽ പോയി പഴയ രീതിയിലേക്ക് പോയിട്ടുണ്ട്. പേപ്പർ കാർബൺ അതിലുണ്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നതിൽ, എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഇതിന്റെ അത്രയും ദോഷമൊന്നും അതിനില്ല എന്നാ തോന്നുന്നത്. പേപ്പർ പൊതിയൽ തുടങ്ങി ഇവിടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കടകളിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ അതിലാ തരുന്നു. പിന്നെ ചൈനയുടെ പിന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നം ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് പിന്നെ ചെലവഴിക്കുന്നതിനുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടോയ്സും എല്ലാം മൊബൈലൊക്കെ വളരെ വില കുറച്ച് തരുന്നത്. അവർക്ക് അവരുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് കളയാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇന്ത്യയും അതുപോലെയുള്ള ഇങ്ങനെ ഡെവലപ്പിംഗ് കൺട്രീസിനെ അവർ കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മനോജ് സാർ താങ്ക് യു. നല്ലൊരു വിരുന്നൊരുക്കിയതിന്. നമുക്ക് നോക്കാം കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാം, മറ്റുള്ളവരെയും ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. അതെ, എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് എല്ലാവർക്കും കരുതിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഓൺ ഹോം. അടുത്ത ജൂൺ 5-ന് ഇതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് വരാം. തീർച്ചയായിട്ടും സ്മോൾ സ്റ്റെപ്സ് ക്യാൻ മേക്ക് ബിഗർ റിസൾട്ട്സ് എന്നാണല്ലോ പറയുന്നത് സാർ. അപ്പം നമ്മളും ഒരു ചെറിയ സൂററ്റ് ആകും സാർ. തീർച്ചയായിട്ടും അങ്ങനെ ആവണമല്ലോ. ഞാൻ സൂററ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം കൊണ്ടാണ്. നല്ല സിറ്റിയാണ് സൂററ്റ്, വളരെ ക്ലീൻ ആണ്. അതെ.
യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ. See you താങ്ക് യു again. താങ്ക് യു സർ. See you. എന്നാലും Thank you. പെരുന്നാളിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, എന്നാലും പോട്ടെ. ബിരിയാണിയുടെ കാര്യം വേണ്ടിയിട്ടില്ല. സാറ് നമ്മളെ സാറേ നേരിട്ട് അത് കാണുന്ന കേട്ട് ഒരു ദിവസം ഷീലാമാം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. മറ്റൊരു ദിവസം പെരുന്നാൾ പോലെ ആഘോഷിക്കാൻ റെഡിയാക്കും. അത്രേ അതെ. ഉള്ളൂ, അത്രേ ഉള്ളൂ കാര്യം. നമുക്ക് എന്ന് വേണമെങ്കിലും പെരുന്നാൾ ആഘോഷിക്കാം സാറേ. ശരി, ഓക്കെ. Thank you. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. See you. Bye. Bye. ബൈ സർ. ബൈ.